ഹലോ, IT ആൻഡ് സൈബർ ലോയിലെ പുത്തൻ ചോദ്യങ്ങൾ വരുന്നു. അത് ഭയങ്കര പാടാ, അതെല്ലാം സ്കിപ്പ് ചെയ്യേണ്ട വരുന്നു എന്നൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു? അതേപോലെ നമ്മൾ IT ആൻഡ് സൈബർ ലോയുടെ ഒരു മാരത്തോൺ കംപ്ലീറ്റ്ലി ചെയ്തു. പുത്തൻ ടൈപ്പ് ചോദ്യങ്ങളുടെ ഒരു മാരത്തോൺ വേണമെന്ന് പറഞ്ഞില്ലേ, ആ ക്ലാസ് ആണ് ഇത്. IT ആൻഡ് സൈബർ ലോയിലെ ലാസ്റ്റ് 2 വർഷത്തിൽ ചോദിച്ചിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാ ലെവലിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളും ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് റിലേറ്റഡ് കൂടെ പഠിച്ചു കഴിയുമ്പോൾ IT ആൻഡ് സൈബർ ലോ സോളിഡ് ആയി മാറും. ഓക്കെ, അപ്പോ നമസ്കാരം, ഞാൻ ഇംതിയാസ് ഖാൻ ഫാൽക്കണിക്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IT ആൻഡ് സൈബർ ലോ ഇതോടുകൂടി നമുക്ക് സൂപ്പർ മാക്സ് അൾട്ര ആക്കി മാറ്റാം, എളുപ്പമാക്കാം. തുടങ്ങാം. റെഡി അല്ലേ? എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ ഒന്ന് കഴിയും, ഫ്രഷ് ആയിട്ട് ക്ലാസ് കണ്ടാൽ മതി. അതിന്റെ ആവശ്യമുള്ള ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇത് സെറ്റ് ആവും കേട്ടോ. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇവയിൽ ഏതാണ് ഏറ്റവും വേഗതയേറിയ മെമ്മറി ടൈപ്പ്? ഒന്ന് നോക്കിക്കേ, ഏത് വരും? ഈ താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും വേഗതയേറിയ മെമ്മറി ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇത് നല്ല ട്രിക്കി ചോദ്യമാണ്. ഇവിടുന്ന് ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യമുണ്ട്. 50 തവണ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാന്ന് പറയട്ടെ, നോക്ക്. ആദ്യമേ നോക്ക്, ഏറ്റവും വേഗതയേറിയ മെമ്മറി ടൈപ്പ് ഈ കൂട്ടത്തിൽ ഏതാ? ശരിക്കും PC എപ്പോഴും ചോദിക്കുമ്പോൾ ഏറ്റവും വേഗതയേറിയതെന്ന് ചോദിച്ചാൽ രജിസ്റ്റർ ആണ്. ഏറ്റവും വേഗതയേറിയത് രജിസ്റ്റർ ആണ്, കാരണം അത് CPU-ന്റെ അകത്തുള്ള മെമ്മറിയാണ്. അപ്പൊ ഏറ്റവും വേഗത രജിസ്റ്ററാ. ഇനി രജിസ്റ്റർ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ക്യാഷെ മെമ്മറി ആയിരിക്കും ഏറ്റവും വേഗതയേറിയത്. അപ്പൊ താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും വേഗതയേറിയത് ഏതാ? ക്യാഷെ മെമ്മറി ആണെന്ന് ഓർത്ത് വെച്ചോണം. റെഡി? രജിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ രജിസ്റ്റർ ഏറ്റവും വേഗതയേറിയ മെമ്മറി. ഇത് ഓക്കെ ആണോ? ഈ ക്യാഷെയും അല്ലെങ്കിൽ രജിസ്റ്റർ കഴിഞ്ഞ് ക്യാഷെ കഴിഞ്ഞു മാത്രമേ ഉള്ളൂ ഈ റാമും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഒരു ഐഡിയ കിട്ടിയോ? ഫസ്റ്റ് രജിസ്റ്ററിന് ഏറ്റവും വേഗത, പിന്നെ ക്യാഷെ മെമ്മറിക്കാണ് ഏറ്റവും വേഗത, അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ മെയിൻ മെമ്മറി അല്ലെങ്കിൽ റാമിനൊക്കെ വരുന്നത്. മനസ്സിലായോ? ഒരു ഐഡിയ കിട്ടിയോ? ഒന്നുകൂടെ ജസ്റ്റ് ഇതൊന്ന് നോക്കിക്കേ. CPU രജിസ്റ്ററിന് ഏറ്റവും വേഗത കൂടുതൽ. ഓക്കെ, പിന്നെ ക്യാഷെ മെമ്മറിക്ക് ഇനി ഡിഗ്രി ലെവലിൽ ആഴത്തിൽ ചോദിക്കുകയാണെങ്കിൽ SRAM എന്ന് പറയും, സ്റ്റാറ്റിക് റാം എന്നും പറയും. ക്യാഷെ മെമ്മറിക്ക് സ്റ്റാറ്റിക് റാം എന്നും പറയും. ഓക്കെ, പിന്നെ മെയിൻ മെമ്മറി അല്ലെങ്കിൽ റാം എന്ന് മാത്രം വരും, അല്ലെങ്കിൽ DRAM എന്ന് തരും, ഡൈനാമിക് റാം. ഇത് 3 ഓർത്ത് വെക്കാവോ? ഇതാണ് സംഭവം. റെഡി? അതായത് ഇങ്ങോട്ട് പോകുന്തോറും എന്ത് ചെയ്യുന്നു? ക്യാഷ് കൂടുന്നു അല്ലെങ്കിൽ കോസ്റ്റ് കൂടുന്നു. ഇങ്ങോട്ട് പോകുന്തോറും അതിന്റെ കപ്പാസിറ്റി കൂടുന്നു എന്ന് ഓർത്താൽ മതി. CPU രജിസ്റ്ററിന്റെ കപ്പാസിറ്റി കുറവാ, അതിലും കൂടുതലാണ് ക്യാഷ് മെമ്മറി, അതിലും കൂടുതലാണ് മെയിൻ മെമ്മറി, അതിലും കൂടുതലാണ് ഡിസ്ക് സ്റ്റോറേജ്. അങ്ങനെ ഇതൊക്കെ പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടെ ബേസിക്കലി പഠിക്കേണ്ടത്. എന്തുവാ? ഏറ്റവും വേഗത രജിസ്റ്റർ, രണ്ടാമത് ക്യാഷ് മെമ്മറി, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മെയിൻ മെമ്മറി വരുന്നത്. ഇനി ഒരു ട്രിക്കി ഹാർഡ് ചോദ്യം. ക്യാഷെ മെമ്മറി എന്ന് പറയുമ്പോൾ SRAM-കളാണ്, സ്റ്റാറ്റിക് റാമുകളാണ്. മെയിൻ മെമ്മറി റാം എന്ന് പറയുന്നത് DRAM ആണ്, ഡൈനാമിക് റാമും ആണ്. ഓക്കെ, കഴിഞ്ഞു. ഇതാണ് അവിടുത്തെ ചോദ്യം. ഇനി വലിയ ഡേറ്റ സെറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ഏറ്റവും ബേസ് ഒരു കാര്യം ഇവിടെ തന്നെ പഠിച്ചെടുക്കാതെ. എന്തെങ്കിലും ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫോട്ടോ മാത്രം എടുക്കാൻ ബ്യൂട്ടി ക്യാം, ചാറ്റിങ് മാത്രം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തിന് മാത്രം വാട്സപ്പ്, എഡിറ്റിങ്ങിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നു ഫോട്ടോഷോപ്പ്, അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ജോലിക്ക് വേണ്ടി മാത്രം. മനസ്സിലായോ? PDF വായിക്കാൻ വേണ്ടി അഡോബ് PDF റീഡർ, മനസ്സിലായോ? നെറ്റിൽ കയറാൻ വേണ്ടി വെബ് ബ്രൗസർ, അങ്ങനെ പ്രത്യേക ജോലിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിന്റെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്, മറക്കരുത്. ഇനി എന്ത് ജോലിക്ക് വേണ്ടിയുള്ളതെന്നാ പറഞ്ഞത്? വലിയ ഡേറ്റ സെറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി. അത് ഏതാണെന്നറിയാം? റിപ്പീറ്റഡ് റെയർ ചോദ്യം, MS ആക്സസ് ആണെന്ന് ഓർത്തോണം. വലിയ ഡേറ്റ, ഒരേ ടൈപ്പിലുള്ള ഡേറ്റയുടെ വലിയ ശേഖരം കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് MS ആക്സസ്. അതായത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ആണ് MS ആക്സസ്. റിപ്പീറ്റഡ് ചോദ്യം, സ്കിപ്പ് ചെയ്യുന്ന ചോദ്യം, മറക്കത്തില്ലല്ലോ. MS ആക്സസ് ഒരേ ടൈപ്പിലത്തെ വലിയ ഡേറ്റകളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ആണ് MS ആക്സസ് എന്നുള്ളത് ഓർത്തോണം. ഓക്കെ, MS വേർഡ് എന്തുവായിരുന്നു? ടൈപ്പിങ്ങിന് ഉപയോഗിക്കും, കഥ എഴുതാൻ ഉപയോഗിക്കും, നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. MS വേർഡ് അല്ലേ? MS പെയിന്റോ ക്രിയേറ്റീവായിട്ട് പടം വരയ്ക്കാൻ ഉപയോഗിക്കും. ഇതൊക്കെയാണ് സംഭവങ്ങൾ. എന്നാൽ ഇത് ഇനിയും ചോദിക്കും. ഡേറ്റാബേസ് കൈകാര്യം ചെയ്യുന്നതിന്, വലിയ ഡേറ്റ സെറ്റുകൾ കൈകാര്യം ചെയ്യുന്നത് MS ആക്സസ് ആണ്. ഇനി മറക്കത്തില്ലല്ലോ, അടിപൊളി ചോദ്യമാണ്. ശരി, അടുത്തത് ഒരു വേരിയബിളിന് ഒരു മൂല്യം നൽകുന്ന പ്രവൃത്തി. ഇത് വായിച്ചാൽ മനസ്സിലാകത്ത പോലും ഇല്ല അല്ലെ? അതായത് ഒരു വേരിയബിളിന് ഒരു മൂല്യം നൽകുന്നു. ഫോർ എക്സാമ്പിൾ, A എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ അകത്ത് 1 എന്നൊരു വാല്യൂ കൊടുക്കണം, B എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ അകത്ത് 1 എന്നൊരു വാല്യൂ കൊടുക്കണം, C എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ അകത്ത് A+B എന്ന് ചെയ്തിട്ട് 2 എന്ന് ഉത്തരം കിട്ടണം. അതിന് Aക്കകത്ത് 1 എന്നൊരു വാല്യൂ കൊടുക്കണ്ടേ? A എന്ന് പറയുന്ന ഒരു സംഭവത്തിന് 1 എന്നൊരു വാല്യൂ കൊടുക്കുന്നതിന് എന്ത് പറയുന്ന ചോദിച്ചേ? ഒരു വേരിയബിളിന് ഒരു മൂല്യം, A എന്ന് പറയുന്ന ഒരു വേരിയബിളിന് ഒരു മൂല്യം കൊടുക്കുന്നു എന്ന് ബേസിക്കലി പഠിച്ചാൽ മതി. അങ്ങനെ പഠിച്ചു വെച്ചോ.
എയ്ക്ക് ഒരു മൂല്യം കൊടുക്കുന്നു. എ എന്ന് പറയുന്ന വേരിയബിളിന് ഒരു മൂല്യം എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുന്നതിന് എന്ത് പറയും? സ്റ്റോർ നിർദ്ദേശം എന്ന് പറയും. സ്റ്റോർ അല്ലെ, എയില് 1 എന്ന് സ്റ്റോർ ചെയ്യുമെന്ന് പ്രോഗ്രാമിൽ എഴുതും. ഇങ്ങനെ ബേസ് ആയിട്ട് പഠിക്കണേ. എയിൽ 1 എന്നൊരു വാല്യൂ സ്റ്റോർ ചെയ്യും. അതാണ് സ്റ്റോർ നിർദ്ദേശം, സ്റ്റോർ ഇൻസ്ട്രക്ഷൻ. മനസ്സിലായി? സ്റ്റോർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. റെഡിയാണോ? ഇത് ബേസ് ആണ്. ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പം ഒരു പരിധി വരെ സ്കിപ്പ് ആക്കി പോകും, കാരണം ഇത് ട്രാൻസ്ലേറ്റഡ് ആയതുകൊണ്ട് ഇത് വായിക്കുമ്പോൾ ഒരു സെറ്റ് ആയിട്ട് കിട്ടത്തില്ല. അടുത്ത, ഒരു ലാനിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കുകയും മാക് വിലാസങ്ങളെ അടിസ്ഥാനമാക്കി ട്രാഫിക് ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ്? നല്ല സൂപ്പർ ട്രിക്കി ചോദ്യമാണ്. അതായത് ഇങ്ങോട്ട് നോക്കിക്കേ. എന്തേ ഇത് നോക്ക്, ഇതൊരു കമ്പ്യൂട്ടർ ആണ്. ഇത് കമ്പ്യൂട്ടർ 1. ഓക്കെ, ഇത് കമ്പ്യൂട്ടർ 2. ഇനി ഇവിടെ എന്തേ ഒരു കമ്പ്യൂട്ടർ 3. ഇവിടെ എന്തേ ഒരു കമ്പ്യൂട്ടർ, കാണോ അല്ലേ, 4. ഈ 4 കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് അങ്ങ് കണക്ട് ചെയ്യുവാണെങ്കിൽ അത് ഹബ് എന്നുള്ള ഡിവൈസ് വെച്ച കണക്ട് ചെയ്യുന്നത്. മറക്കത്തില്ലല്ലോ, റിപ്പീറ്റഡ് ചോദ്യം. ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഡിവൈസിന്റെ പേര് ഹബ് എന്നാണ്. പക്ഷേ ഒന്നിലധികം ഡിവൈസുകളെ കണക്ട് ചെയ്തിട്ട് അതിൽ 1ഉം 4ഉം മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിവൈസിന്റെ പേര് സ്വിച്ച് എന്നാണ്. അപ്പൊ അത് സ്വിച്ച് ഇങ്ങനെ ആക്ട് ചെയ്യും, വേറെ എങ്ങോട്ടും പോകത്തില്ല. മനസ്സിലായോ? ഇതാണ് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഒരു ഡിവൈസ് എല്ലാ കമ്പ്യൂട്ടറുകളും കണക്ട് ചെയ്തത് ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, അതാണ് ഹബ്ബ്. ഓക്കെ, പക്ഷേ ഈ 4ഓ 5ഓ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലെ ഇഷ്ടമുള്ള കമ്പ്യൂട്ടേഴ്സ് മാത്രം തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഡിവൈസിന്റെ പേര് സ്വിച്ച് എന്നാണ്. അതിന്റെ പേരാണ് സ്വിച്ച് എന്ന്. അപ്പൊ ഈ കമ്പ്യൂട്ടറുകൾ തമ്മിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന സ്വിച്ചിന് എങ്ങനെ അറിയാം? അതിന് ഇവരുടെ പേര് പോലെ ഒരു ഇതുണ്ട്. അതായത് നമ്മുടെ പേരുകളില്ലേ, അജിത്ത്, അരുൺ, അക്ഷയ്, ഇങ്ങനെയൊക്കെ പേരുകൾ പറയുന്നത് പോലെ ഇവർക്കൊരു അഡ്രസ് ഉണ്ട്. അതിന്റെ പേരാണ് മാക് അഡ്രസ്. അപ്പോ മാക് അഡ്രസ് ഈ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനമാക്കിയും ഈ കമ്പ്യൂട്ടറിന്റെ മാക് അഡ്രസ്സും കൂടെ വെച്ച് ഇവർ തമ്മിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കും സ്വിച്ച്. ഒന്നുകൂടെ വായിച്ചേ. ഒരു ലാൻ എന്ന് പറയുമ്പോൾ ഒരു ഡിവൈസിൽ ഒരു റൂമിലുള്ള കമ്പ്യൂട്ടേഴ്സ്, ഒരു കൂട്ടം കമ്പ്യൂട്ടേഴ്സ് അടുത്തിരിക്കുന്നതിനെ കണക്ട് ചെയ്തിട്ടുള്ള ലാൻ. അപ്പോൾ ഒരു ലാനിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നു. മാക് വിലാസങ്ങളെ അടിസ്ഥാനമാക്കി ട്രാഫിക് ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ്? മാക് വിലാസങ്ങൾ. ഇതിന്റെ മാക് അഡ്രസ് അടിസ്ഥാനപ്പെടുത്തിയും ഇതിന്റെ മാക് അഡ്രസ് അടിസ്ഥാനപ്പെടുത്തിയും ഇവരെ തമ്മിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബാക്കി ട്രാഫിക്കുകൾ ഫിൽട്ടർ ചെയ്തതിന്റെ പേരെന്താ? അതിന്റെ പേരാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അത് ഓക്കെ ആയോ? ശരി. ഇനി ഇവിടെ ചോദ്യം വരുക, ഒരു ലാനിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കുകയും അവ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പരസ്പരം ഡേറ്റകൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണം എന്ന് തന്നാൽ അത് ഹബ്ബാ അല്ലേ? എല്ലാം കണക്ട് ചെയ്യും അല്ലേ? എല്ലാം കണക്ട് ചെയ്യും. സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് മാത്രമേ കണക്ട് ചെയ്യത്തുള്ളൂ. ഇത് റെഡിയാണോ? ഇത്രയും സെറ്റ് അല്ലേ? ശരി. ഇനി ബ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും എന്നറിയാം? ലാൻ നെറ്റ്വർക്കിനെയും വാൻ നെറ്റ്വർക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യും. സോറി, അത് ഗേറ്റ് വേ കേട്ടോ. ബ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ലാനിനെയും കണക്ട് ചെയ്യും. ഈ റൂമിലത്തെ കമ്പ്യൂട്ടേഴ്സ് ഫുൾ കണക്റ്റഡ് ആണെങ്കിൽ അത് ലാൻ 1. അപ്പുറത്തെ റൂമിലത്തെ കമ്പ്യൂട്ടേഴ്സ് ഫുൾ കണക്റ്റഡ് ആണെങ്കിൽ അത് ലാൻ 2. ഇവിടുത്തെ ലാനും അപ്പുറത്തെ റൂമിലത്തെ ലാനും തമ്മിൽ കണക്ട് ചെയ്യുമ്പം അത് ബ്രിഡ്ജ് യൂസ് ചെയ്താൽ കണക്ട് ചെയ്യുന്നത്. ഒരു ലാനിനെ വേറെ ലാനുമായി കണക്ട് ചെയ്യുന്നത് ബ്രിഡ്ജ് ഉപയോഗിച്ച, മറക്കത്തില്ലല്ലോ. ഒരു ലാൻ നെറ്റ്വർക്കിനെ വേറെ ലാൻ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ ആണോ? ഇനി റൗട്ടറിന്റെ റിപ്പീറ്റ് ചെയ്ത് സാധാരണഗതി PSC ചോദിക്കുന്നത് IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിലധികം ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റൗട്ടർ. IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിലധികം ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റൗട്ടർ എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോ തവണ പറയാനും മറക്കല്ല. അതേപോലെ നിങ്ങൾക്ക് അടുത്ത ഏതാ വേണ്ടത് എൻ്റെ അടുത്ത് പറയണം, ആ ക്ലാസ്സസ് എല്ലാം ഇട്ട് തരാം കേട്ടോ. റെഡിയാണോ? ശരി, ഓക്കെ. അപ്പൊ കിട്ടി. അടുത്തതിലോട്ട് പോകാമേ. പാക്കറ്റ് സ്വിച്ചിങ് നടത്തുകയും ഡേറ്റയ്ക്കുള്ള ഒപ്റ്റിമൽ പാത്ത് നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ്? ഇങ്ങോട്ട് നോക്കിക്കേ. സിമ്പിളായിട്ട് കേട്ടെ. നമ്മൾ ആമസോണിലൊക്കെ ഒരു പാക്കറ്റ് വരുമ്പോൾ പാക്കറ്റ് വായിക്കും, പാക്കറ്റിൽ പേര് ഇത് ഫാൽക്കൺ എക്സ് അക്കാഡമിയിലോട്ടുള്ള പാക്കറ്റാ, ഇത് ആ റൂട്ടിൽ പൊക്കെ
പറയും. അടുത്തൊരു പാക്കറ്റ് എടുത്തു, ഇതും ഫാൽക്കണിക്സ് അക്കാഡമിയിലോട്ടുള്ള ഇത് ആ റൂട്ടിലോട്ട് പോക്കെ. നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജസിലും പാക്കറ്റ്സ് ഉണ്ടായിരിക്കും. അതനുസരിച്ച് ഏത് റൂട്ടിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത്. പാക്കറ്റ് സ്വിച്ചിങ് നടക്കുന്നു. ആ പാക്കറ്റ് എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് റൂട്ടിലോട്ടാണ് പോകേണ്ടത് എന്നുള്ളത്, ആ പാക്കറ്റും അതിന്റെ ഡേറ്റയും എങ്ങോട്ട് പോകണം തീരുമാനിക്കുന്നത് റൗട്ടർ ആണ്. ഓക്കെ ആണോ? IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ ഡിവൈസിനെ കണക്ട് ചെയ്യുന്ന ഉപകരണം ഏത്? റൗട്ടർ. IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ ഡിവൈസുകളെ കണക്ട് ചെയ്യുന്നത് റൗട്ടർ ആണ്. IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ ഡിവൈസുകളെ കണക്ട് ചെയ്യുന്നത് റൗട്ടർ ആണ്. റെഡിയാണോ? IP അഡ്രസ് പ്രോട്ടോകോൾ അടിസ്ഥാനത്തിൽ എന്നും പറയും റൗട്ടറിനെ, കേട്ടോ? ശരി. സ്വിച്ച് ആണെങ്കിലോ, ആലോചിച്ച് സ്വിച്ച് ഇങ്ങനെയാ പഠിക്കേണ്ടത്. നോക്കിക്കേ, സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ആയത്. സ്വിച്ച് നമ്മുടെ ഇവിടെ ഉണ്ട്, അതായത് ഒരു പെട്ടി പോലെ ഇരിക്കും, ഇത്രേ ഉള്ളൂ സ്വിച്ച്. പല പല ലാൻ കേബിൾസ് എല്ലാം ഇതിൽ കണക്ട് ചെയ്യും. അപ്പൊ ആ 4-5 കമ്പ്യൂട്ടേഴ്സും കണക്റ്റഡ് ആവും. ഓക്കെ, അതില് ഹോസ്റ്റ് എ ഹോസ്റ്റ് ബിയുമായിട്ട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. അങ്ങനാണെങ്കിൽ ഇത് സ്വിച്ച് ആണ്. അതിന് പകരം ഹോസ്റ്റ് എയും ബിയും സിയും കണക്ട് ചെയ്യുമെങ്കിൽ ഇത് ഹബ്ബാ. ഓക്കെ അല്ലേ? അപ്പം ഹോസ്റ്റ് എക്ക് മാക് അഡ്രസ് ഉണ്ടല്ലോ. ഇനി ആ ചോദ്യം വരുമ്പോൾ മറക്കത്തില്ലല്ലോ. നമ്മുടെയൊക്കെ പേര് പോലെ തന്നെ ഹോസ്റ്റ് എക്ക് ഒരു മാക് അഡ്രസ് ഉണ്ട്, ഇവിടെ ഒരു മാക് അഡ്രസ് ഉണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തി ഫിൽട്ടർ ചെയ്താണ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് സ്വിച്ചിന്റെ ജോലി. ഈ മാക് അഡ്രസ്സുകാരൻ ഈ മാക് അഡ്രസ്സുമായിട്ട് സംസാരിക്കട്ടെ, ബാക്കിയുള്ളതെല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്യട്ടെ, അത് സ്വിച്ച്. തമ്മിൽ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ ഹബ്ബ്. ഓക്കെ, പാക്കറ്റ്സ് എന്ന് വാക്ക് വരുമ്പോഴേ റൗട്ടറിന് കൊടുക്കണം, കാരണം ആ പാക്കറ്റ് വരുന്നു. പാക്കറ്റും അതിന്റെ ഡേറ്റയും ഏത് റൂട്ടിൽ പോകണം തീരുമാനിക്കുന്ന റൗട്ടറാണ്. IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിലധികം ഡിവൈസുകളെ കണക്ട് ചെയ്യുന്നു. പ്രോട്ടോകോൾ ബേസ് ചെയ്ത് കണക്ട് ചെയ്യുന്നു റൗട്ടർ. ഓക്കെ, ഹബ് ആണെങ്കിൽ എല്ലാ ഡിവൈസസും അല്ലേ, ഓൾ ഡിവൈസസ് തമ്മിൽ കണക്ട് ആണ്. ബ്രിഡ്ജ് ആണെങ്കിലോ, ബ്രിഡ്ജ് ആലോചിച്ചേ, കുറച്ചു മുമ്പേ പറഞ്ഞേ, ഈ റൂമിലെ ഫുൾ കമ്പ്യൂട്ടറിനെല്ലാം കൂടെ ചേർത്ത ലാൻ എന്ന് പറയും. അപ്പുറത്തെ റൂമിലത്തെ എല്ലാ കമ്പ്യൂട്ടറുടെ കൂട്ടിയ ലാൻ എന്ന് പറയും. ആ 2 ലാനിനെ കണക്ട് ചെയ്യുന്നത് ബ്രിഡ്ജാ. ലാൻഡും വെള്ളം ഉണ്ടെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടി ബ്രിഡ്ജ് ഉപയോഗിക്കും ഇല്ലേ? ഒരു ലാൻഡും മറ്റൊരു ലാൻഡും കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്തുവാ? ബ്രിഡ്ജ്. ഒരു കരയും മറ്റൊരു കരയും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രിഡ്ജ്. ലാനും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രിഡ്ജ്. ഓക്കെ അല്ലേ? ശരി. ഇനി ഈ പടം കൂടെ ചുമ്മാ നോക്കിക്കേ. ഒരു കമ്പ്യൂട്ടർ ഇവിടെ നമ്മൾ ഹായ് എന്ന് അയച്ചു, അപ്പൊ അത് ഇങ്ങോട്ട് പോകുന്നു. ശരി, പോയി കഴിയുമ്പോഴത്തേക്ക് ആ പാക്കറ്റ് വായിക്കും. പാക്കറ്റിൽ നോക്കുമ്പോൾ അഡ്രസ് ഉണ്ട്, ഇന്നടത്തോട്ടാ പോകണ്ടേ. ആ പാക്കറ്റും അതിന്റെ ഡേറ്റയും കറക്റ്റ് റൂട്ടിൽ പറഞ്ഞു വിടും. ഇങ്ങോട്ട് പോ, ഇവിടെ നീ പോകേണ്ടത്. പാക്കറ്റ് വായിക്കും, അതിലെ ഡേറ്റയും കറക്റ്റ് റൗട്ട് ചെയ്ത് വിടും റൗട്ടർ. മനസ്സിലായോ? നമ്മുടെയൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട് റൗട്ടർ. വൈഫൈ റൗട്ടർ ആയിരിക്കുന്നത്, ഒരു ആന്റിന ഒക്കെ ആയിട്ടിരിക്കത്തില്ല റൗട്ടർ, അതാണ് വൈഫൈ റൗട്ടർ. റെഡി അല്ലേ? വേണ്ട, ഇതുപോലെ ഇരിക്കും നമ്മുടെ വീട്ടില്. ഇതൊക്കെയാണോ? സെറ്റ് അല്ലേ? ശരി. ഇനി അടുത്ത നോക്കിക്കേ, HTML എന്താണ് നിർവചിക്കുന്നത് അറിയാമോ? ഇത് ഇങ്ങനെ വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് വിടും അല്ലേ, കാരണം എന്താ വെച്ചാൽ ഡിഫിക്കൽട്ട് സംഭവം. ഹൈപ്പർ ലിങ്കുകൾക്കുള്ള ഒരു ആങ്കർ ആണത്. ഹൈപ്പർ ലിങ്കിനുള്ളതാണ് ഈ A എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഹൈപ്പർ ലിങ്കിനുള്ളതാണ്. ഇത് പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ എന്ത്? ജസ്റ്റ് ഒന്ന് കേട്ടെ. സ്പ്രെഡ്ഷീറ്റ് എന്തുവാന്ന് അറിയുമോ? ഇത്ര ഓർത്താൽ മതി. ഒരു ഷീറ്റ് എടുത്തിട്ട് അത് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കണക്ക് ഇത്രയും രൂപ വന്നു, ഇത്ര രൂപ ചെലവ് പോയി എന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് പേപ്പറിൽ എഴുതിക്കൊണ്ടിരുന്ന ഡിജിറ്റൽ എഴുതുവാണെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയും ബേസിക്കലി അല്ലേ? ഓക്കെ, ഇന്ന് എത്ര രൂപ വീട്ടിൽ വരുമാനം വന്നു, എത്ര രൂപ ചെലവായി നമ്മൾ പേപ്പറിൽ എഴുതത്തില്ലേ? അത് നെറ്റിൽ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് എഴുതുമ്പോൾ സ്പ്രെഡ്ഷീറ്റ്. ഓക്കെ, ഒരു കടയിൽ ഇന്ന് എത്ര വരുമാനം വന്നു, എത്ര ചെലവായി, എത്ര പെൻഡിങ് ഉണ്ടെന്നുള്ളത് ഡിജിറ്റലി എഴുതുമ്പോൾ സ്പ്രെഡ്ഷീറ്റ്. മനസ്സിലായോ? ഇതാണ് സ്പ്രെഡ്ഷീറ്റ്. കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്പ്രെഡ്ഷീറ്റ്. മനസ്സിലായോ? കണക്കുകളുടെ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്പ്രെഡ്ഷീറ്റ്. ബേസ് ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം ഈ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതെന്നാ ചോദിച്ചിട്ടുള്ളത്. ഇങ്ങോട്ട് നോക്കിക്കേ. ഗൂഗിൾ ഷീറ്റ് എന്തുവാണെന്നറിയാം? സ്പ്രെഡ്ഷീറ്റ് ആണ്. ഗൂഗിളിന്റെ സ്പ്രെഡ്ഷീറ്റ് ആണ് ഗൂഗിൾ ഷീറ്റ്. മനസ്സിലായോ? കാൽക്കുലേഷൻ ചെയ്യുന്നതിന്റെ നമ്മളിപ്പം ഫോട്ടോ എടുക്കുന്നതിന് ബ്യൂട്ടി ക്യാം ഉണ്ട്, അതേപോലെ വേറെ എന്തൊക്കെയോ ക്യാം ഫിൽറ്റേഴ്സ് ഇല്ലേ? എനിക്കറിയത്തില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതുപോലെ ഒത്തിരി ഇല്ലേ? അതേപോലെ മെസ്സേജ് അയക്കുന്നതിന് വേണ്ടി വാട്സപ്പ്, ടെലിഗ്രാം, അതുപോലെ പലതില്ലേ? അതുപോലെ കാൽക്കുലേഷന് വേണ്ടി പല കമ്പനികൾക്ക് പല സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ. അതുകൊണ്ട് സ്പ്രെഡ്ഷീറ്റിന്റെ ഗൂഗിളിൻ്റെതാണ് ഗൂഗിൾ ഷീറ്റ്. ഓക്കെ, ഗൂഗിൾ ഷീറ്റ്. നമ്പേഴ്സ്, പിന്നെ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആപ്പിളിൻ്റെതാണ് നമ്പേഴ്സ്. ലിനക്സിൻ്റെതാണ് ലിബർ ഓഫീസ് കാൽക്ക്. റിപ്പീറ്റഡാ, ടെക്സ്റ്റ് എന്നുള്ള വാക്കുമായത്, റിപ്പീറ്റഡ് ചോദ്യമായത്, ടഫ് ചോദ്യം.
ലിബർ ഓഫീസ് കാൽക്ക് എന്തുവാന്ന് ചോദിക്കും. ലിബർ ഓഫീസ് കാൽക്ക് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് ആണ് ലിനക്സിൽ ലിബർ ഓഫീസ് കാൽക്ക്. മനസ്സിലായോ? ആപ്പിളിന്റെ സ്പ്രെഡ്ഷീറ്റ് ആണ് നമ്പേഴ്സ്, ഗൂഗിളിന്റെ സ്പ്രെഡ്ഷീറ്റ് ആണ് ഗൂഗിൾ ഷീറ്റ്, മൈക്രോസോഫ്റ്റിന്റെ സ്പ്രെഡ്ഷീറ്റ് ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ. ഇത്രയും പ്രയോറിറ്റിയെ കളയാൻ പറ്റത്തില്ല, മറക്കല്ല. ഓക്കെ, ലിബർ ഓഫീസ് കാൽക്ക്, കാൽക്ക് എന്ന് പറയുമ്പോൾ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ്, ഇത് സ്പ്രെഡ്ഷീറ്റ് ആണ്. മൈക്രോസോഫ്റ്റ് എക്സൽ, എക്സൽ എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് ആണ് ഇത് അല്ലെ. ആപ്പിൾ നമ്പേഴ്സ്, ആപ്പിളിൻ്റെതാണ് ഈ നമ്പേഴ്സ്, ഇത് ആപ്പിളിന്റെ സ്പ്രെഡ്ഷീറ്റ് ആണ്. ഗൂഗിൾ ഷീറ്റ് ഇതും സ്പ്രെഡ്ഷീറ്റ് ആണ് അല്ലെ. അപ്പൊ താഴെ പറയുന്ന സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തത് ഈ കൂട്ടത്തിൽ ഏതാ? ഇതെല്ലാമാണ്. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല, അതായത് ഇതെല്ലാം ശരിയായിട്ടുള്ള ഉത്തരമാണെന്നാണ് ഇതിന്റെ ഉത്തരം. മനസ്സിലായോ? ഇപ്പൊ ഒരു റിവിഷൻ തരട്ടെ. അതായത് വലിയ ഡേറ്റ സെറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ലാർജ് ഡേറ്റ സെറ്റ് കൈകാര്യം ചെയ്യുന്ന മൈക്രോസോഫ്റ്റിന്റെ ലാർജ് ഡേറ്റ സെറ്റ് കൈകാര്യം ചെയ്യുന്ന മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിക്കാം. അതേപോലെ തന്നെ ഡേറ്റാബേസ് മാനേജ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ഏതാ? പറ. എല്ലാവരും സ്കിപ്പാക്കും, നിങ്ങൾ ഇവിടെ നിന്ന് പഠിക്കണം. MS ആക്സസ് ആദ്യം പഠിച്ചിട്ട് വന്നത് അതാ, ഓർമ്മയുണ്ടോ? MS ആക്സസ് മൈക്രോസോഫ്റ്റിന്റെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് MS ആക്സസ്. വലിയ ഡേറ്റ സെറ്റുകൾ കൈകാര്യം ചെയ്യുന്ന മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ആണ് MS ആക്സസ്. കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ. അപ്പൊ മനസ്സിലായോ? ഇത്രയും റെഡി അല്ലേ? ഓക്കെ, ശരി. ഇനി ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഡാഷ് ആണ്. ഹാർഡ് ഡിസ്ക് നല്ല അടിപൊളി ചോദ്യമാണ്. കണ്ടിട്ടുണ്ടോ ഹാർഡ് ഡിസ്ക്? ദേ ഇതാണ് ഹാർഡ് ഡിസ്ക്, കാണാമോ? ഹാർഡ് ഡിസ്ക് പണ്ടത്തെ, അതായത് ഇപ്പൊ SSDs ആ ഉപയോഗിക്കുന്നത്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയും. പണ്ടായിരുന്നു ഹാർഡ് ഡിസ്ക്, ഇത് സ്ലോ ആ, ഇതിലും ഫാസ്റ്റ് SSD. ഓക്കെ, ഇതാണ് ഹാർഡ് ഡിസ്ക്. ഈ ഡിസ്ക് കറങ്ങും, ഇത് റീഡ് ചെയ്യും. മാഗ്നറ്റിക് ആണ്. ഈ ഡിസ്ക് കറങ്ങുമ്പോൾ ഈ റീഡർ കൊണ്ട് റീഡ് ചെയ്യും. ഇതാണ് ശരിക്കും ഹാർഡ് ഡിസ്കിന്റെ അകം. കണ്ടോ? ശരി. അപ്പം ഹാർഡ് ഡിസ്ക് എന്നുള്ള സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്താ? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണെന്ന് മറക്കല്ല. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ? ഹാർഡ് ഡിസ്ക് ഉണ്ട്, ഫ്ലോപ്പി ഡിസ്ക് ഉണ്ട്, മാഗ്നറ്റിക് ടേപ്പ് ഉണ്ട്. ഹാർഡ് ഡിസ്കിന്റെ സൈസ് എത്ര വരും? 500 MB വരും, 1 TB വരും, 2 TB വരും, അത് എത്രയിലും വരും. ഫ്ലോപ്പി ഡിസ്കിന്റെ സൈസ് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ചോദ്യവാ. 1.44 MB. ഹാർഡ് ഡിസ്ക് ഫ്ലോപ്പി ഡിസ്കിന്റെ സൈസ് 1.44 MB. മാഗ്നറ്റിക് ടേപ്പ് ഇല്ലേ പണ്ടത്തെ നമ്മുടെ കാസറ്റ്, ആ കാസറ്റ് ഒക്കെ മാഗ്നറ്റിക് ടേപ്പ് കേട്ടോ. മനസ്സിലായോ? അപ്പോ CD-യും DVD-യും തന്നിട്ട് ചോദിക്കും ഇത് ഏത് ടൈപ്പ് സെക്കൻഡറി ഡിവൈസ് ആണെന്ന്. ഇതേതാ? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. റിപ്പീറ്റഡ് ഇമ്പോർട്ടന്റ് ചോദ്യം. അപ്പം സ്റ്റോറേജസിന്റെ അകത്ത് ഇത് തന്നിട്ട് ചോദിക്കും ഇത് ഏതാ? ഇത് DVD, CD, ഇതെല്ലാം ഒപ്റ്റിക്കൽ ഡിവൈസ് ആണ്. ഹാർഡ് ഡിസ്ക് ഏതാ? ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. CD ഒക്കെ ഏതാ? CD-യും DVD-യും ഒക്കെ ഒപ്റ്റിക്കൽ, കാരണം ഇവിടെ ലേസർ ലൈറ്റ് അടിച്ച ഡേറ്റ എടുക്കുന്നത്. ഇവിടെ മാഗ്നറ്റിക്കാ, ഇവിടെ ലേസർ ലൈറ്റ് ഉപയോഗിച്ച CD-യും DVD-യും. ഓക്കെ, ഇനി ഒരു പ്രീവിയസ് ഇയർ ചോദ്യമാ, ഇനിയത്തെ ചോദ്യത്തിന്റെ അകത്ത് അത് വരുന്നുണ്ട്, ടഫ് ചോദ്യമാ. CD-യുടെ സാധാരണ ഗതിയിലെ സംഭരണ ശേഷി എത്ര? 750 MB. ഇത് പഠിച്ചോ? ഇത് പഠിച്ചോ? CD-യുടെ 750 MB ഇപ്പൊ പഠിക്കണം, ചോദിക്കും. 750 MB. DVD-യുടെ സാധാരണ ഗതിയിലുള്ള സംഭരണ ശേഷി എത്ര ചോദിക്കും. ഇമ്പോർട്ടന്റ് 4.7 GB. ഇത് ഞാൻ ഈ പറയുന്ന ഓരോന്നും പഠിച്ചിട്ടേ അങ്ങോട്ട് ക്ലാസ് കാണാവൂ, എങ്കിലേ ശരിക്കും സക്സസ്ഫുള്ളി യൂസ്ഫുൾ ആവത്തുള്ളൂ ഈ IT ക്ലാസ്. എങ്കിലേ എനിക്കും തൃപ്തിയുള്ളൂ. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ കിട്ടി നാളെ പറയണമെങ്കിൽ ഇത് പഠിച്ചിട്ട് പോകണം. ഓക്കെ, അത്ര റെലവെന്റാ, അത്ര ഇമ്പോർട്ടന്റാ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പം DVD-യുടെ 4.7 GB, CD-യുടെ 750 MB, GB അല്ല MB. ഫ്ലോപ്പി ഡിസ്കോ? ഫ്ലോപ്പി ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ 1.44 MB. ഇത്രയും റെഡി ആണല്ലോ. ശരി, മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ് ഹാർഡ് ഡിസ്ക്. ഓക്കെ, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ് CD, 750 MB, DVD 4.7 GB. ഓക്കെ, ശരി, മതി, അത്രയും മതി. കിട്ടിയോ? അത്രയും റെഡി അല്ലേ? താഴെ പറയുന്നതിൽ ഏത് പ്ലാറ്റ്ഫോം ആണ് വീഡിയോ കോൺഫറൻസിനായി ഉപയോഗിക്കുന്നത്? വീഡിയോ കോളിങ്ങിന് ഏത് ഉപയോഗിക്കുന്ന ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ വീഡിയോ കോളിങ്ങിന് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ? ആലോചിച്ചേ. ഹാങ് ഔട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ ഹാങ് ഔട്ട് പറ്റും. വായിച്ച്, കാരണം PSC ചോദിക്കുവേ. ഹാങ് ഔട്ട് വീഡിയോ കോളിംഗ്. ഗൂഗിൾ മീറ്റ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുണ്ട്, ഗൂഗിൾ ഡുവോ ഉപയോഗിക്കാറുണ്ട്, വാട്സപ്പ് വീഡിയോ കോളിംഗ് ഉപയോഗിക്കാറുണ്ട്. ഇത് കണ്ടിട്ടുണ്ട്. വൈബർ, ഫേസ് ടൈം ആപ്പിളിന്റെ അത് ഉപയോഗിക്കാറുണ്ട്, മൈക്രോസോഫ്റ്റ് ടീം ഉപയോഗിക്കും അല്ലേ? വേറെ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ, വിഷ്വൽ കണ്ടു പഠിച്ചേ.
മൈക്രോസോഫ്റ്റ് ടീംസ് വീഡിയോ കോളിങ്ങിന് ഉപയോഗിക്കും, ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കും, സൂം ഉപയോഗിക്കും, സ്കൈപ്പ് ഉപയോഗിക്കും. സൂം ഒക്കെ പ്രയോറിറ്റിയാ, സ്കൈപ്പും പ്രയോറിറ്റിയാ. ഫേസ് ടൈം ഉപയോഗിക്കും, ആപ്പിളിൻ്റെതാ. അപ്പോ ആപ്പിളിന്റെ സ്പ്രെഡ്ഷീറ്റിന്റെ പേരെന്തായിരുന്നു? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ ആലോചിച്ചേ. ആപ്പിളിന്റെ സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റ് എന്തായിരുന്നു? കണക്ക്, എത്രണ്ണം വന്നു എത്രണ്ണം പോയി കാൽക്കുലേഷന് വേണ്ടി പണ്ട് നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന കണക്ക് ബുക്ക്. അത് ഡിജിറ്റൽ കണക്ക് ബുക്കാണ് സ്പ്രെഡ്ഷീറ്റ്. ആപ്പിളിന്റെ സ്പ്രെഡ്ഷീറ്റിന്റെ പേര് പേജസ്. സ്പ്രെഡ്ഷീറ്റ് മൈക്രോസോഫ്റ്റിന്റെ ഏതാ? MS Excel. സ്പ്രെഡ്ഷീറ്റ് ലിനക്സിന്റെ അകത്ത് ഏതാ? ലിബർ ഓഫീസ് കാൽക്ക്. മറക്കല്ല്. ഓക്കെ. ഡേറ്റാബേസ് മാനേജ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ഏതാ? MS Access. അത്രയും പഠിച്ചോ? സൂപ്പറായി. ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അതേപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവങ്ങളുണ്ട്. ഇപ്പൊ കമന്റിന്റെ തൊട്ട് താഴെ വരും ഹൈപ്പ്. ക്ലാസ് ഇഷ്ടപ്പെട്ട ഹൈപ്പിൽ ക്ലിക്ക് ചെയ്യണേ. അപ്പൊ ആ വീഡിയോ ബാക്കിയുള്ളവരിലേക്ക് റീച്ച് ആകാൻ സഹായിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ട ചെയ്യണം. ആദ്യം ക്ലാസ് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക്, പിന്നെ ഇഷ്ടപ്പെട്ട ഹൈപ്പ്. ഓക്കെ. ഇതുപോലെ അടുത്ത ഏത് സബ്ജക്റ്റ് വേണം കമന്റ് ചെയ്യണേ കേട്ടോ. അപ്പം താഴെ പറഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? മൈക്രോസോഫ്റ്റ് ടീംസ് ഉപയോഗിക്കുമോ? ഉപയോഗിക്കും. ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കും. സൂം ഉപയോഗിക്കും. ഗൂഗിൾ ക്ലൗഡ്സോ? ഗൂഗിൾ ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയിട്ടുള്ള സ്റ്റോറേജിന് അതും ഇല്ല, 1, 2, 3 മാത്രം വരും. അപ്പൊ ഇത് മാത്രമാണ്. കിട്ടിയല്ലോ. ശരി. അടുത്തത് ഓൺലൈൻ ഹാരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു പറയാമോ? അതായത് ഒരുത്തൻ നടന്നു പോവാ, ഡേ എവിടെ പോവാ, പൊടെ ബുള്ളിങ് അത് ഇല്ലേ? വേറൊരാള് വരുക, എന്തുവാ പോടാ ഇങ്ങനെയൊക്കെ പറയത്തില്ലേ? ബുള്ളിങ് എന്ന് പറയാം. വലിയ ഇതാ അത് ഇതൊക്കെയാണ് ബുള്ളിങ്. ഇനി ഓൺലൈനായിട്ട് നമ്മൾ മെസ്സേജ് അയക്കുക, ഡേ എവിടെ പോന്നെ, പോടെ നീ എന്തുവാടാ ഇങ്ങനെ, നീ എന്തുവാടി ഇത്ര ജാടാ, ഇങ്ങനെയൊക്കെ ചോദിക്കത്തില്ലേ? സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സൈബർ ബുള്ളിങ്. ഓൺലൈൻ ഹറാസ്മെന്റിന് സൈബർ ബുള്ളിങ് എന്നാണ് പറയുന്നത്. സൈബർ എന്ന് പറയുമ്പോൾ ഓൺലൈൻ ആയിട്ട്, ബുള്ളിങ് എന്ന് പറയുമ്പോൾ മറ്റേ നമ്മളെ എന്തോ പറയുന്നതിന് ചുമ്മാ ഗുണ്ടായിസ് ബുള്ളിങ്. അതെ, ഓൺലൈൻ ബുള്ളിങ്, സൈബർ ബുള്ളിങ് അത്. ഓക്കെ, ഗുണ്ടായിസ്, ഓൺലൈൻ ഗുണ്ടായിസ്. ഓക്കെ. ഫിഷിംഗ് എന്താണെന്ന് പറയാമോ? പഠിച്ചിട്ട് പോകാമെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഹാപ്പിയാവും. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ മീൻ പിടിക്കാൻ പോകും നമ്മള് അല്ലേ? അപ്പൊ ഒരു വര ഇട്ട് കൊടുക്കുന്നു, മീൻ വരുന്നു, കൊളുത്ത് പിടിക്കുന്നു, നമ്മൾ എടുക്കുന്നു. അതേപോലെ ഓൺലൈൻ ആയിട്ടുള്ളതിന് ഫിഷിംഗ് എന്ന് പറയുന്നത് ഇതാ കണ്ടോ, ഈ ഫിഷിംഗ് ആണ്. ഫിഷിംഗ് ചൂണ്ടയിട്ട് ഇടുന്ന പോലെ നമ്മുടെ സെൻസിറ്റീവ് വിവരങ്ങളായിട്ടുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് മോഷണം പോകും. എന്തൊക്കെയാ? ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, പാസ്വേഡ്, ഇതൊക്കെ അടിച്ചു മാറ്റുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. ഓക്കെ ആണോ? അതിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. സെൻസിറ്റീവ് ഇൻഫർമേഷൻ, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, പാസ്വേഡ് ഒക്കെ ആരെങ്കിലും അടിച്ചെടുക്കും ഓൺലൈനായിട്ട്. ഇന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഈ ഡേറ്റ പോകും. ഇതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. റെഡി അല്ലേ? സ്പാമിംഗ് ആണെങ്കിൽ എന്തുവാ? നമ്മുടെ മെയിൽ തുറക്കുമ്പോൾ തന്നെ ഇത് ക്ലിക്ക് ചെയ്യൂ ഓഫർ, ഇതിൽ ക്ലിക്ക് ചെയ്യൂ ഓഫർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ചവറ് മെസ്സേജസ് വരുമ്പോൾ അതെല്ലാം കൂടെ ആ ഗൂഗിളോ യാഹുവോ ഐഡന്റിഫൈ ചെയ്തിട്ട് സ്പാമിലോട്ട് മാറ്റും. ഇത് വേസ്റ്റ് ആണ്, സ്പാം ആണെന്ന് പറഞ്ഞ് മാറ്റും. മനസ്സിലായോ? പിന്നെ ആഡ് ആയിട്ട് കുറെ മെസ്സേജസ് വരത്തില്ലേ ജിമെയിലൊക്കെ, അത് സ്പാമാ. അതായത് ആഡ് പോലെ ടൂ മച്ച് മെസ്സേജസ്, അതാണ് സ്പാം എന്നും പറയുന്നത്. ഈ ക്ലാസ് എന്തെങ്കിലും മനസ്സിലായാലും ഒന്ന് ബാക്ക് അടിച്ചിട്ട് കണ്ടാൽ IT സോളിഡ് ആവും. ഈ ക്ലാസ് പരമാവധി ഉപയോഗിക്കുക. ലൈഫിൽ കേരള PSC പഠിച്ചാൽ IT-യിലത്തെ ബെസ്റ്റ് ക്ലാസ് ആയി മാറുന്നത് ഏറ്റവും യൂസ്ഫുൾ ആണ്. ഇവിടുന്ന് ഏതൊക്കെ ചോദ്യത്തിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, എത്രത്തോളം ചോദിച്ചിട്ടുണ്ടെന്നുള്ള എല്ലാം പറഞ്ഞാൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ആധികാരികമായ IT-യിലത്തെ അറിവ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. ഫുൾ ഉപയോഗിക്കണേ. അപ്പൊ ഇതൊക്കെ അല്ലേ? ശരി. ഹാക്കിംഗ് ആണെങ്കിലോ എന്ത് വരും? സെക്ഷൻ 66 എന്നുള്ളതാണ് IT ആക്ടിലെ ഹാക്കിംഗ് വരുന്നത്. റിപ്പീറ്റഡ് ചോദ്യം. ഓക്കെ. ഇനി അടുത്ത് പിന്നെയും വന്നു ലാനും വാനും. വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏതല്ല? ഒരു റൂം ഫുള്ള് സിസ്റ്റം ഉണ്ടെന്ന് വെച്ചോ. ഒരു റൂമിൽ ഒരു 5 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ 5ഉം കണക്റ്റഡ് ആണെങ്കിൽ അത് LAN 1. അപ്പുറത്തൊരു റൂം ഉണ്ട്, അവിടെ 5 സിസ്റ്റം ഉണ്ടെങ്കിൽ അത് കണക്റ്റഡ് ആണെങ്കിൽ അത് LAN 2 അല്ലേ? ഓക്കെ. അപ്പോൾ അതാണ് ലാൻ. ഒരു റൂം അല്ലെ ഒരു ഓഫീസ് കെട്ടിടത്തിന്റെ അകത്തുള്ളതാ ലാൻ. ഓക്കെ ആണല്ലോ? ശരി. വാൻ എന്ന് പറയുമ്പോൾ എന്തുവാ? നമ്മുടെ ഇന്റർനെറ്റ് ആണ് അതിന്റെ എക്സാമ്പിൾ. റിപ്പീറ്റഡ് ചോദ്യം. വാനിന്റെ എക്സാമ്പിൾ ഇന്റർനെറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് വാനാ. കാരണം ഇന്റർനെറ്റിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക്. ലോകത്ത് എവിടെ എന്ത് കാര്യം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലേ? അതുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അതാ. റെഡിയാണോ? ശരി. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. വാൻ എന്നുള്ളത് ഇന്റർനെറ്റ് ആണ്, അത് ലോകം മൊത്തം ഉൾക്കൊള്ളുന്നുണ്ട്. ലാൻ എന്ന് പറയുന്നത് ഈ റൂമിൽ മാത്രമാണ്, അല്ല ഒരു ബിൽഡിംഗിൽ മാത്രമേ വരൂ. അതിലും വലുതാണ് വാൻ. അപ്പൊ ഇത് ശരിയല്ലേ? ശരിയാ. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ശരി, മനസ്സിലായില്ലേ? ആലോചിച്ച്, കോമൺ സെൻസ്. നമ്മുടെ റൂമിൽ കുറച്ച് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത് ലാനാ.
നമ്മുടെ ഈ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ഇരിക്കുന്ന നമ്മുടെ ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ ക്ലാസ് കാണുന്നത് അത് ഇന്റർനെറ്റാ കാരണം. UK ക്ലാസ് കാണുന്നത് ഇന്റർനെറ്റാ കാരണം. ആ ഇന്റർനെറ്റ് ഏത് നെറ്റ്വർക്കിൽ വരുന്നയാ? വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ വരുന്നത്. അപ്പൊ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏതാ? വാൻ. ലാനിന് വാനിനേക്കാൾ വേഗത കൂടുതലാ. രണ്ട് സിസ്റ്റം തമ്മിൽ വയർ വെച്ചാ കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഈ രണ്ട് സിസ്റ്റം തമ്മിൽ വയർ വെച്ചാ കണക്ട് ചെയ്യുന്നത് ലാൻ കേബിൾ എന്ന് പറയും. ഇവര് തമ്മിൽ 10-50 GB/s സെൻഡ് ചെയ്യാം. ഭയങ്കര സ്പീഡാ. ഇന്റർനെറ്റ് ആണെങ്കിൽ നമുക്കറിയാം മാക്സിമം 300 MB അല്ലെ, 100 Mbps ആ സ്പീഡേ വരത്തുള്ളൂ. ലാനിനാ വേഗത കൂടുതൽ. ആലോചിച്ച് നോക്കണേ, കമ്പ്യൂട്ടർ തമ്മിൽ കേബിൾ കണക്ട് ചെയ്ത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്താൽ ഭയങ്കര സ്പീഡാ. ഇന്റർനെറ്റ് ആണെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ ബഫറിങ് വരെ വരും. 100-200 Mbps ഉള്ള ഹയസ്റ്റ് സ്പീഡ് എന്നും വേണേ പറയാം. ഇത് രണ്ടും ശരിയല്ലേ? വാനിന് ലാനിനേക്കാൾ വില കുറവാണ്. വാനിന് ലാനിനേക്കാൾ വില കുറവാണ്. ശരിയാണോ? വാനിന് ലാനിനേക്കാൾ വില കുറവല്ല. അപ്പൊ അതൊക്കെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നും അല്ലേ? ശരിയാ. അപ്പൊ എന്ത് ചെയ്യുമെന്ന് തോന്നും. 1-2 ശരിയാണെങ്കിൽ അത് ശരിയായിട്ടുള്ളത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവിടെ സോൾവ് ആയി. റെഡിയാണോ? ഓക്കെ അല്ലേ? ലാൻ കേബിളിന് 150 രൂപയ്ക്ക് കിട്ടും. ഈ വാനിന്റെ കാര്യം ഇന്റർനെറ്റ് പറയുമ്പോൾ അതിലും എക്സ്പെൻസീവ്, അതുകൊണ്ട് ഇത് തെറ്റാകും അല്ലേ? ലാനിന്റെ പൂർണ്ണ രൂപം ലാർജ് ഏരിയ നെറ്റ്വർക്ക് എന്നല്ല, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന്. അതുകൊണ്ട് ഇതും തെറ്റാണ്. റെഡി? ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഈ പടത്തിൽ നിന്ന് പഠിക്കാം. ഇത് 3 കമ്പ്യൂട്ടറാ. നോക്കിക്കോ, ഇത് അഭിജിത്തിന്റെ കമ്പ്യൂട്ടർ, ഇത് ഇർഫാന്റെ കമ്പ്യൂട്ടർ, ഇത് ജയരാജിന്റെ കമ്പ്യൂട്ടർ എന്ന് വെച്ചോ. ഈ 3 കമ്പ്യൂട്ടർ തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ ഇത് ലാൻ 1. ഇവര് തമ്മിലാ സ്പീഡ് കൂടുതൽ. ഓക്കെ, ഇനി അപ്പുറത്തെ ബിൽഡിങ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസിലുള്ള എൻ്റെ 3 കൂട്ടുകാരായതെന്ന് വെച്ചോ. ഇത് അശ്വിൻ. ഓക്കെ, ഇത് അശ്വിന്റെ കമ്പ്യൂട്ടർ, ഇത് അഭിഷേകിന്റെ കമ്പ്യൂട്ടർ, ഇത് ബിബിന്റെ കമ്പ്യൂട്ടർ. ഇവരുടെ കമ്പ്യൂട്ടർ എല്ലാം കൂടെ ഒരു റൂമിൽ കണക്റ്റഡാ. അപ്പൊ ഇത് ലാൻ 2. ഒരു ലാനും വേറൊരു ലാനിനെ ഡയറക്റ്റ് ഒരു ഡിവൈസ് കണക്ട് ചെയ്യുവാണെങ്കിൽ അതേതായിരുന്നു? ബ്രിഡ്ജ്. ലാൻഡും ബ്രിഡ്ജ് കണക്ട് ചെയ്യും. ഇവിടെയുള്ള ലാനിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഏത് ഉപയോഗിക്കും? വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ഓർത്തോണം. റെഡി അല്ലേ? ഇന്റർനെറ്റ് ഉപയോഗിക്കുമെന്ന് ഓർത്തോണം. ലാനിനെയും ഫിസിക്കലി കണക്ട് ചെയ്യാൻ ബ്രിഡ്ജ് ഉപയോഗിക്കും. ലാനും ദൂരേന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇന്റർനെറ്റാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർത്തോണം. റെഡിയാണോ? ഇനി നോക്കിക്കേ, ലാൻ ഒരു റൂമോ ഒരു ബിൽഡിങ്ങോ ആയിരിക്കും ലാന്. വാൻ എന്ന് പറഞ്ഞാലോ, മാൻ എന്ന് പറഞ്ഞാലോ? കേബിൾ TV. റിപ്പീറ്റഡ് ചോദ്യം. കേബിൾ TV ശരിയാക്കാൻ ഒരു മാൻ വരും. കേബിൾ TV മാൻ ഓർത്താൽ മതി. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന്റെ എക്സാമ്പിൾ എന്താന്ന് റിപ്പീറ്റഡ് ചോദ്യം. അത് കേബിൾ TV. മാൻ കേബിൾ TV. വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ എക്സാമ്പിൾ എന്തുവാ? ലോകത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്. റെഡിയല്ലേ? ഇത് ഓക്കെ ആണോ? ശരി. ഒരു ലാനും വേറെ ലാനും കണക്ട് ചെയ്യുന്ന ഡിവൈസിന്റെ പേരെന്തുവാ? ബ്രിഡ്ജ്. ഒരു ലാനിനെ വേറൊരു ലാനുമായിട്ട് കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിന് എന്ത് പറയും? അത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. വ്യത്യാസം മനസ്സിലായോ? ഡിവൈസ് ബ്രിഡ്ജ്, നെറ്റ്വർക്ക് ചോദിച്ചാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ ആണോ? ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കും. കാക്ക900ന്റെ ബാച്ച് ഉണ്ട്, അതേപോലെ നമ്മുടെ വിദ്യാരംഭം 2.0 ബാച്ചസ് ഉണ്ട്. ഇതിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ് ഒക്കെ ഡെപ്തിൽ അതാത് ടോപ്പിക്സിലും പഠിച്ചു പോകാം. സൂപ്പറായിട്ട് ജോയിൻ ചെയ്യാം ഏറ്റവും അഫോർഡബിൾ ലോവസ്റ്റ് പ്രൈസിൽ. ഇപ്പൊ പഠിപ്പിക്കുന്ന രീതി മനസ്സിലാക്കി നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഇതുപോലുള്ളത് ജോയിൻ ചെയ്യാം. ഓക്കെ, വേൾഡ് വൈഡ് വെബിന്റെ പ്രധാന ഉദ്ദേശം എന്ത്? എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഈ ചോദ്യം വന്നാൽ ഉറപ്പായിട്ടും കിളിപോകും. എന്തോ പറയാം? IP അഡ്രസ് കൈകാര്യം ചെയ്യല്, സുരക്ഷിതമായ ഫയൽ കൈമാറ്റം, ഓൺലൈൻ ഗെയിമിങ്, ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യല്. വേൾഡ് വൈഡ് വെബ്, WWW ആണ് വേൾഡ് വൈഡ് വെബ്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്റുകൾ കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ്. PSC ആൻസർ കീ. അത് അതുപോലെ പഠിച്ചു റിപ്പീറ്റ് ചെയ്ത് വരും. ഇങ്ങനെ പഠിച്ചാൽ മതി. www.com മുന്നേ HTTPS ഉണ്ട്. അപ്പോൾ www ഫുൾ ഫോം എന്തുവാ? വേൾഡ് വൈഡ് വെബ്. HTTPS എന്തുവാ? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. എസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, എസ് ഉണ്ടെങ്കിൽ സെക്യൂറും കൂടെ വരും. ഇത്രയുള്ള സംഭവം. റെഡിയാണോ? ഇത്രയും കിട്ടിയോ? വേൾഡ് വൈഡ് വെബും ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോളുമാണ് ഇത്. ഇത്രയും കിട്ടിയേ? ശരി. ഇനി ഈ വേൾഡ് വൈഡ് വെബിന്റെ ഇന്റർനെറ്റ് ഏത് നെറ്റ്വർക്കിലായിരുന്നു വരുന്നത്? ആലോചിച്ചേ. വൈഡ് ഏരിയ നെറ്റ്വർക്ക്. കേബിൾ TV ആണെങ്കിലോ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, മാൻ, കേബിൾ മാൻ. ഓർമ്മയുണ്ടോ? ശരി. അടുത്തത്, അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്ന IT ആക്ടിലെ ഏത് വകുപ്പാണ്? പോണോഗ്രഫി.
ഓക്കെ, പോണോഗ്രഫി അശ്ലീല സെക്ഷൽ കണ്ടന്റ്സ് പബ്ലിഷ് ചെയ്യുന്നത് IT ആക്ട് പ്രകാരം ഏത് വകുപ്പ് പ്രകാരമോ തെറ്റ്? വകുപ്പ് 67 ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ചോദ്യം. പോണോഗ്രഫി സെക്ഷൻ 67 പ്രകാരം. ഇനി കുട്ടികളുടെ ചൈൽഡ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, കുട്ടികളുടെ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട വകുപ്പ് റിപ്പീറ്റഡ് ആയി ചോദിക്കും. 67B ബേബീസിന്റെ എന്ന് ഓർത്താൽ മതി. കുട്ടികളുടെ 67B അശ്ലീല ചിത്രങ്ങൾക്കുള്ള പണിഷ്മെന്റ് 67 വരുന്നത്. അശ്ലീല ചിത്രങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ട 67B ബേബീസ് എന്ന് ഓർത്താൽ മതി. റിപ്പീറ്റഡ്. പഠിക്കുവോ? പഠിക്കത്തില്ലേ? പറ്റും. 66 എന്തുവായിരുന്നു? കുറച്ചു മുന്നേ പറഞ്ഞതാ, ഹാക്കിംഗ്. ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. നെയ്ബറിന് ഇഷ്ടമല്ല അവരുടെ വീട്ടിൽ പോകുന്നത്, നമ്മൾ മതിൽ ചാടി കയറി അല്ലേ? അപ്പൊ അതെന്തുവാ? കടന്നുകയറ്റുക. അതുപോലെ വേറൊരാളുടെ ഡിവൈസിൽ അവരുടെ അനുവാദം ഇല്ലാതെ കയറി, അത് ഹാക്കിങ്. നമ്മുടെ ഒരു ഡിവൈസ്, നിങ്ങളുടെ ഒരു ഡിവൈസിൽ അനുവാദം ഇല്ലാതെ ഞാൻ കയറി, അത് ഹാക്കിംഗ് എന്ന് പറയും. മനസ്സിലായി? ഡിജിറ്റലി കയറുന്നതിന് ഹാക്കിംഗ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഹാക്കിങ്ങിൻ്റെത് 66, ഹാക്കിംഗ് 66. 65 എന്തുവാ? സൈബർ ടാമ്പറിംഗ് എന്ന് പറയും. സൈബർ ടാമ്പറിംഗ് അതായത് ഓൺലൈൻ ആയിട്ടുള്ള ഡേറ്റകളിൽ നശിപ്പിക്കുന്നു, ഓൺലൈൻ ആയിട്ടുള്ള ഡേറ്റകളിൽ മാറ്റം വരുത്തുന്നു. ഇപ്പൊ നമ്മളിവിടെ പഠിപ്പിക്കാൻ വെച്ച സ്ലൈഡുകൾ വേറെ ഒരു വ്യക്തി കയറി അത് നശിപ്പിക്കുന്നു, ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അത് സൈബർ ടാമ്പറിംഗ് ആണ്, സെക്ഷൻ 65. അതിന് മുന്നേ സെക്യൂരിറ്റി പ്രോട്ടോകോൾ മറികടന്ന് കയറിയതേ തെറ്റാ, അത് IT ആക്ട് 66 ഹാക്കിംഗ് നടത്തി കയറിയത് പോരാഞ്ഞിട്ട് അതിലെ ഡേറ്റകൾ നശിപ്പിച്ച സൈബർ ടാമ്പറിംഗ് 65. സോഴ്സ് കോഡ് നശിപ്പിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടെന്ന് PS ചോദിക്കും. സോഴ്സ് കോഡ് ഇത് 65 എന്ന് പഠിച്ചോണേ. സോഴ്സ് കോഡ് നശിപ്പിക്കുന്നതും ഓൺലൈൻ ഡേറ്റ നശിപ്പിക്കുന്നതും 65 വരും. 67 പോണോഗ്രഫി. വകുപ്പ് 70 നോക്കണ്ട. ഇത്രയും പഠിക്കാമോ? പറ്റത്തില്ലേ? ഓക്കെ. 65 എന്ന് പറയുമ്പോൾ ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സ് ഒക്കെ നശിപ്പിക്കുന്നു ഓൺലൈൻ ആയിട്ടുള്ളത്. 66 എന്ന് പറയുന്നത് ഈ PDF എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ. ആദ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയാം. falconxacademy.com പോകണം, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോയി ഫാൽക്കൺ അക്കാഡമി എന്ന് സെർച്ച് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. എല്ലായിടത്തും ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് ഫ്രീ കോഴ്സസ് എന്ന് കണ്ടോ, ഫ്രീ കോഴ്സസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ യൂട്യൂബ് ക്ലാസ്സും അതിന്റെ PDF-കളും നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ ഈ ക്ലാസ്സിന്റെയും PDF അവിടെ അവൈലബിൾ ആയിരിക്കും. പോയി ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഓരോ ക്ലാസ് എടുക്കുന്നു, എൻ്റെ അകത്ത് വ്യൂ കണ്ടന്റ്സ് എടുക്കുന്നു, വ്യൂ PDF അത് ഡൗൺലോഡ് ചെയ്ത് അങ്ങ് എടുക്കാം. ക്ലാസ് കാണാൻ അത് ക്ലാസ്സും കാണാം. റെഡി? അപ്പൊ എന്തുവാ? falconxacademy.com പോ, അല്ലെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫാൽക്കൺ അക്കാഡമിയിൽ പോകുന്നു, ഫ്രീ കോഴ്സസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അടുത്തത് ഇവിടെ അപ്ലോഡ് ചെയ്യും ഈ ക്ലാസ്. അപ്പം നിങ്ങൾക്ക് ഈ ഡൗൺലോഡ് ചെയ്തെടുക്കാമേ. അപ്പൊ ഇതൊക്കെ വായിച്ചെടുക്കാം കേട്ടോ. റെഡി അല്ലേ? ഓക്കെ. അടുത്ത കമ്പ്യൂട്ടർ സോഴ്സ് കോഡിൽ കിട്ടിയോ? പറ ഇച്ചിരി കോൺഫിഡൻസ് വന്നു തുടങ്ങിയോ? IT ഇത്രേ ഉള്ളൂ, ഏറ്റവും വലിയ ചക്കല്ല, നമുക്ക് സ്കോർ ചെയ്യാം. കമ്പ്യൂട്ടറിന്റെ സോഴ്സ് കോഡിൽ, ഞാൻ ഈ സോഴ്സ് കോഡിന്റെ വലിയ ഡെഫിനേഷനിൽ പോകാതെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഫ്രം ദി ബേസ് പഠിച്ചു വരുമ്പോൾ സോഴ്സ് കോഡ് പറഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പേടി തോന്നും, IT പാടായിട്ട് തോന്നും. അങ്ങനെ ഒരിക്കലും നമ്മുടെ ക്ലാസ്സിൽ തോന്നാൻ പാടില്ല. സോഴ്സ് കോഡിൽ കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ചുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വകുപ്പ് ഏതാണ്? പറയാമോ? സോഴ്സ് കോഡിൽ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത് ഏതാ? സോഴ്സ് കോഡ് മാറ്റം വരുത്തുന്നു, ഓൺലൈനായിട്ടുള്ള ഡേറ്റകളിൽ മാറ്റം വരുത്തുന്നു. സെക്ഷൻ 65. അപ്പൊ പഠിച്ചോ? സെക്ഷൻ 65 എന്തുവായിരുന്നു? സൈബർ ടാമ്പറിംഗ് എന്ന് പറയും. സൈബർ ടാമ്പറിംഗ് ഓൺലൈൻ ആയിട്ടുള്ള ഡേറ്റകൾക്ക് നാശനഷ്ടം വരുത്തുന്നു, സോഴ്സ് കോഡിൽ കയറി പണിയുന്നു. സോഴ്സ് കോഡിൽ കയറി പണിയുന്നു സൈബർ ടാമ്പറിങ് അല്ലേ? 66 ഹാക്കിങ്. പോണോഗ്രഫി അശ്ലീല ചിത്രങ്ങൾ 67, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ 67B. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും പഠിച്ചോ? ശരി. 66 എന്തുവായിരുന്നു? ഹാക്കിങ്. 65 സൈബർ ടാമ്പറിംഗ്, സോഴ്സ് കോഡിൽ കയറി പണിയുന്നു. ഇത്രയും പഠിക്കാമോ? 67 അശ്ലീല ചിത്രങ്ങൾ, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ 67B. ഇത്രയും പഠിച്ചോ? അത്രയും മതി. അടുത്തത് 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലത്തെ ഏത് ഷെഡ്യൂളാണ് ഇലക്ട്രോണിക് ഒപ്പുകൾക്ക് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ വ്യക്തമാക്കുന്നത്? ഇലക്ട്രോണിക് ഒപ്പുകൾ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏത് ഷെഡ്യൂളിന്റെ അകത്ത് വരുമെന്ന് ചോദിക്കും. 2ാം ഷെഡ്യൂളാണെന്ന് പഠിച്ചോണം കേട്ടോ. ഇലക്ട്രോണിക് സിഗ്നേച്ചർ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുമേ. ഇംഗ്ലീഷിൽ ഡിജിറ്റൽ സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏത് പട്ടികയിലാണ്, ഏത് ഷെഡ്യൂളിലാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കും. അത് ഏതിൻ്റെ അകത്ത് വരുന്നത്? 2ാം ഷെഡ്യൂളിലാണെന്നുള്ളത് ഓർത്തോണം. റെഡി ആണല്ലോ? ഓക്കെ.
അടുത്ത നോക്കിക്കേ, ഇത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇത് ഇവിടുന്ന് പഠിച്ചെടുത്ത ഒരു ചാപ്റ്റർ തന്നെ തീരും. ഒന്ന് നോക്കിക്കോ. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലത്തെ വ്യവസ്ഥകൾ പ്രകാരം ലിസ്റ്റ് 1 ലിസ്റ്റ് 2 പൊരുത്തപ്പെടുത്തുക. സെക്ഷൻ 66C. ഇത് വായിക്കുമ്പം കിട്ടത്തില്ല. 66C വായിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ PSC ചെയ്യുന്ന എന്തുവാ, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലോട്ടാക്കും. അപ്പൊ ഐഡന്റിറ്റി തെഫ്റ്റ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? മോഷണം തിരിച്ചറിയുക. ഇതൊക്കെയാ പ്രശ്നം, മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് റെഫർ ചെയ്യുക. PSC ഇംഗ്ലീഷിനാണ് ശരി ഉത്തരം കൊടുക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് റെഫർ ചെയ്യാൻ മറക്കരുത്. ബുദ്ധിമുട്ടൊന്നും ആക്കത്തില്ല. വായിച്ച് പഠിച്ചു തുടങ്ങി സെറ്റായിട്ട് കിട്ടുവേ. ബാക്കി നോക്കാം. നോക്കിക്കേ, ഇത് ഇവിടുന്ന് പഠിച്ചെടുക്കാം. സെക്ഷൻ കണ്ട് ഞെട്ടിയവരാരേലും ഉണ്ട്, ഇവിടുന്ന് സൂപ്പറായിട്ട് പഠിച്ചെടുക്കാം. എന്നിട്ട് ലൈക്ക് ചെയ്യാനുള്ളവർ ലൈക്ക് ചെയ്തോ. ഓക്കെ, ആദ്യം 66D. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ഇരിക്കുന്നു, കള്ളത്തരം കാണിച്ച് ഡോക്ടറാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിളിക്കും ഡാ അല്ലെ ഡി ആൾമാറാട്ടം നടത്തുന്നു, ഡാ അല്ലെങ്കിൽ ഡി ആൾമാറാട്ടം നടത്തുന്നു എന്ന് ചോദിക്കും അല്ലെ. അതാണ് ഡി ആൾമാറാട്ടം, ഡ അല്ലെ ഡി ആൾമാറാട്ടം. അപ്പം 2ന്റേത് ബി വരും, 2ന്റേത് ബി വരും, ബാക്കിയെല്ലാം ക്യാൻസൽ. ഡ അല്ലെ ഡി ആൾമാറാട്ടം നടത്തുന്നു, 66D. അടുത്ത് 66E. ഈ പ്രൈവസി എന്നങ്ങ് ഓർത്താൽ മതി. ഈ പ്രൈവസി, സ്വകാര്യത, പ്രൈവസി എന്നങ്ങ് ഓർത്താൽ മതി. ഈ പ്രൈവസി, സ്വകാര്യതയുടെ ലംഘനം. 66E, വേറെ ആളുടെ ഫോൺ മേടിച്ച് അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ പിക്ചേഴ്സ് നോക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രൈവസിയിൽ വരും. ഈ 66E. ഒരുത്തം വേഷം മാറിയിരിക്കുന്നു, ആൾമാറാട്ടം. 66D, ഡ അല്ലെ ഡി ആൾമാറാട്ടം നടത്തുന്നു, പ്രൈവസി, സ്വകാര്യത. ഓക്കെ. 66F, 100 തവണ കൂടുതൽ ചോദിച്ചിട്ടുള്ള എഫ്, ഭീകരവാദം എന്ന് പഠിച്ചാൽ മതി. 66F ഭീകരവാദം, 66F ഭീകരവാദം, സൈബർ ഭീകരവാദം. 4ാമത്തേത് എയിലും വരും. ഓക്കെ, അപ്പൊ ഇതാണ് ശരി ഉത്തരം. കാരണം 1ാമത്തെ വായിച്ചാൽ കിട്ടത്തില്ല, ഞാനത് പറഞ്ഞു തരാം. എഫ് ഭീകരവാദം, സൈബർ ടെററിസം 66F വരും. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡതയും സെക്യൂരിറ്റിയും ബാധിക്കുന്ന എന്തെങ്കിലും കാര്യം ഓൺലൈനായിട്ടുണ്ടെങ്കിൽ അത് സൈബർ ഭീകരവാദമാണ്. 66F ഭീകരവാദം. പഠിച്ചേ പറ്റത്തുള്ളൂ. 66C എന്താ അറിയാം? 66C എന്ന് പറയുമ്പോൾ CID എന്നാണ് ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്നത്. 66C എന്ന് പറയുമ്പോൾ CID എന്ന് പഠിക്കണം, ഐഡന്റിറ്റി തെഫ്റ്റ്. 66C എന്തുവാ? CID എന്ന് ഞാനങ്ങ് പഠിപ്പിക്കും, ഐഡന്റിറ്റി തെഫ്റ്റ്. 66C എന്തുവാ? CID എന്ന് ഞാനങ്ങ് പഠിപ്പിക്കും, CID, ഐഡന്റിറ്റി തെഫ്റ്റ്. ഐഡന്റിറ്റി തെഫ്റ്റ് ആണിത്. തിരിച്ചറിയുക, മോഷണം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തെറ്റി തന്നത്. ഐഡന്റിറ്റി തെഫ്റ്റിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചതാ. സംഭവം ഇപ്പൊ പിടി കിട്ടിയോ? ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് CID. ഓക്കെ, അപ്പൊ നമുക്ക് റിവൈസ് ചെയ്യേണ്ട 65 ഓർമ്മയുണ്ടോ? സോഴ്സ് കോഡ് കയറി കളിക്കുന്നത്, സൈബർ ടാമ്പറിങ്, ഇതൊക്കെ 65. 66 എന്തുവായിരുന്നു? ഹാക്കിങ് അല്ലെ. 66A എന്തുവായിരുന്നു? സുപ്രീം കോടതി സ്ക്രാപ്പ് ചെയ്തത്, ഒഫൻസീവ് മെസ്സേജസ് അയക്കാൻ പാടില്ലെന്ന് പറയുന്നത് 66A. ഓക്കെ, ശരി. അടുത്തത് 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ഐഡന്റിറ്റി മോഷണത്തിന് ശിക്ഷ ഇവയാണ്. ഐഡന്റിറ്റി മോഷണം എന്ന് പറയുന്നതിന്റെ സെക്ഷൻ പറ, എന്നിട്ട് പഠിച്ചാൽ മതി. എന്തുവാ? ഐഡന്റിറ്റി മോഷണം, ഐഡന്റിറ്റി ID, CID. 66C ഐഡന്റിറ്റി തെഫ്റ്റ്, ഐഡന്റിറ്റി തെഫ്റ്റ്. 66C ആണ് ഐഡന്റിറ്റി തെഫ്റ്റ്. ഐഡന്റിറ്റി മോഷണം 66C ആണ്. അതെന്തോന്നറിയാവോ? 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് അതിന്റെ ശരിയായിട്ടുള്ളത്. 3 ലക്ഷം വരെ. ഇത് റിപ്പീറ്റഡാ. എല്ലാത്തിന്റെയും ക്ലോസസ് ഇതുപോലെ ഉണ്ടോ? ഉണ്ട്. PS റിപ്പീറ്റഡ് ഏതാ? ഈ ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്, അതുകൊണ്ട് ഇത് പഠിക്കണം. ഓക്കെ, 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയുക. റെഡി? താഴെ പറഞ്ഞതിൽ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് നൽകാൻ കഴിയുന്ന കമ്പ്യൂട്ടറിന് ഉപകരണം ഏതാ? നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ അത് ഹാർഡ് കോപ്പി, കമ്പ്യൂട്ടറിലാണ് PDF നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ് കോപ്പിയാ. പ്രിന്റർ അല്ലേ ഹാർഡ് കോപ്പി എടുക്കുന്നത് അല്ലേ? ഹാർഡ് കോപ്പി. ഇപ്പൊ നമ്മുടെ ഈ PDF നിങ്ങൾക്ക് വേണം, PDF ഫോണിൽ ഡൗൺലോഡ് ചെയ്ത സോഫ്റ്റ് കോപ്പി അല്ലേ? ഇനി നമ്മുടെ ഫ്രീ കോഴ്സസിൽ പോയി ആ യൂട്യൂബ് വീഡിയോ എടുത്ത് അതിന്റെ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യുവാണെങ്കിൽ അത് ഹാർഡ് കോപ്പിയാ. അത് ഓക്കെ ആണോ? കിട്ടിയോ? കഴിഞ്ഞു. ഇനി അടുത്തത് താഴെ പറയുന്നതിൽ ഏതാണ് ലാനിന്റെ നിർവചനം? ലാൻ എന്തുവായിരുന്നു? ലാൻ ഒരു കമ്പ്യൂട്ടർ ഒരു റൂമിലത്തെ എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ലാൻ എന്ന് പറയുന്നത് അല്ലേ? നോക്കാം. ഭൂമിശാസ്ത്രപരമായ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ക്യാമ്പസ്, ഇതല്ലേ ലാന് അല്ലേ? ആണോ? ലാനിനെയും കണക്ട് ചെയ്യുന്ന ഡിവൈസിന്റെ പേരെന്തുവാ? ബ്രിഡ്ജ് അല്ലേ? ലാനും കണക്ട് ചെയ്യുന്നത് പൊതുവെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇന്റർനെറ്റിലാണ്. അത് ഓർത്ത് വെച്ചോണം. റെഡി അല്ലേ? ശരി. ഇനി
ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ചിട്ടുള്ള പ്രൊസസർ ചിപ്പ് ഏതാ? ഗൂഗിൾസ് വില്ലോ. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് 5 അല്ലെങ്കിൽ 10 സെപ്റ്റിലിയൻ വർഷം കൊണ്ട് ചെയ്യുന്നത് ഗൂഗിൾ വില്ലോ 5 മിനിറ്റ് കൊണ്ട് ചെയ്യുമെന്നാ പറഞ്ഞത്. അപ്പം ക്വാണ്ടം കമ്പ്യൂട്ടർ അടിസ്ഥാനപ്പെടുത്തി ഗൂഗിൾ നിർമ്മിച്ച പ്രൊസസറിന്റെ പേരാണ് വില്ലോ എന്നുള്ളത് മറക്കല്ല. അപ്പം ഗൂഗിൾ വില്ലോ എന്ന് പറയുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് 10 സെപ്റ്റിലിയൻ വർഷം കൊണ്ട് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ചെയ്യേണ്ട ജോലി ചെയ്തു തീർക്കും. അതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അത് വില്ലോ എന്ന് പറയും, ഗൂഗിളിന്റെ വില്ലോ, ഗൂഗിൾസ് വില്ലോ, മറക്കല്ലേ. ഇനി 2000 വിവര സാങ്കേതിക നിയമം പ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്യമായ തിരിച്ചറിയൽ സവിശേഷത, അതായത് ഐഡന്റിറ്റി മോഷണം തന്നെ വന്നു, 66C വന്നു. സി എന്ന് പറയുമ്പോൾ CID, ഐഡന്റിറ്റി തെഫ്റ്റ്, തിരിച്ചറിയൽ വഞ്ചനപരമായിട്ടുള്ളത് എക്സെട്രയ്ക്ക് ലഭിക്കുന്ന ശിക്ഷ ഏതാ? റിപ്പീറ്റഡ് ചോദ്യം വേറെ രീതി ചോദിച്ചു പറ, കിട്ടുമോ? അപ്പം ഐഡന്റിറ്റി തെഫ്റ്റ് ആണെങ്കിൽ 66 സെക്ഷൻ 66C അല്ലേ? അതിൻ്റെ ഏതായിരുന്നു? 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമായിരുന്നു അല്ലേ? ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് കിട്ടി തുടങ്ങിയോ? അത്രേ ഉള്ളൂ. ഇനി 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയിലുള്ള ചിത്രം, ഓക്കെ, സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വം ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അയാളുടെ സമ്മതമില്ലാതെ പ്രൈവസിയും ഇതിൻ്റെ അകത്ത് വരും. അപ്പൊ എത്ര വരും അറിയാമോ? ഏതാ? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപയോ അല്ലെ? സെക്ഷൻ 66C ഇല്ലേ, ഐഡന്റിറ്റി തെഫ്റ്റ് ആയിരുന്നുണ്ടെങ്കിലോ 3 വർഷവും 1 ലക്ഷം രൂപയുമായിരുന്നു അല്ലെ? 1 lakh rupees ആയിരുന്നു, സോറി 1 lakh rupees ആയിരുന്നു. ഇവിടെ സ്വകാര്യ മേഖലയുടെ ചിത്രങ്ങളൊക്കെ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ 3 വർഷം തടവോ 2 ലക്ഷം രൂപയും കേട്ടോ, 2 ലക്ഷം രൂപ വരെ പിഴയും കിട്ടും. ഇനി ഐഡന്റിറ്റി തെഫ്റ്റ് ആയിരുന്നെങ്കിലോ ഏത് വന്നേനെ? 3 വർഷവും 1 ലക്ഷം രൂപയും. ഇവിടെ സ്വകാര്യ മേഖലയാണെങ്കിൽ 3 വർഷം 2 ലക്ഷം രൂപ. ഇത് ബൈ ഹാർട്ട് ചെയ്യണം, കാരണം ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി സെക്ഷനും ശിക്ഷകളുണ്ടോ? ഉണ്ട്. എല്ലാം പഠിക്കാൻ നിന്ന തീരത്തില്ല, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് രണ്ടും പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, ശരി. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾ സ്വയം IP വിലാസം ലഭ്യമാകുന്ന സാങ്കേതിക വിദ്യ എന്തുവാ? ഈ ടഫ് ചോദ്യം ഇത് വായിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടെ. നമ്മൾ ഓരോരുത്തരും ജനിച്ച് കുറച്ചാൾ കഴിയുമ്പോൾ നമുക്ക് പേരിടും. അപ്പൊ നമ്മൾ പേര് വിളിക്കുമ്പോഴേ അറിയപ്പെടുന്നത് അല്ലേ? ഓരോ പേര് വിളിക്കും. ഇപ്പൊ എന്താ പറയുന്നത്? സുൽത്താനെ ഇങ്ങു വാ, അപ്പോൾ ഒരാൾക്ക് ഐഡന്റിഫൈഡ് ആയി അല്ലേ? ഫാത്തിമെ ഇങ്ങു വാ, അപ്പോൾ ഒരാൾ ഐഡന്റിഫൈഡ് ആയി. ജയരാജെ ഒരാൾ ഇങ്ങു വാ, ഐഡന്റിഫൈഡ് ആയി. അഹമ്മത്തെ ഒരാൾ ഇങ്ങു വാ, അപ്പൊ ഐഡന്റിഫൈഡ് ആയില്ല. ഓരോരുത്തർക്കും ഓരോ പേര്. നമ്മൾ എപ്പോൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്നോ, ഓക്കെ, എപ്പോൾ കമ്പ്യൂട്ടറിൽ നെറ്റ് കണക്ട് ചെയ്യുന്നു അപ്പം അതിനൊരു പേര് വീഴും. അതിന്റെ പേരാണ് IP അഡ്രസ്സ്. താൽക്കാലികമാണ് IP അഡ്രസ്സ്. അപ്പം നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം, എപ്പോൾ നെറ്റിൽ കയറുന്നു അപ്പോൾ ഒരു IP അഡ്രസ്സ് കിട്ടും. എപ്പോൾ നെറ്റിൽ കയറുന്നു അപ്പോൾ ഒരു IP അഡ്രസ്സ് കിട്ടും. അതിനെന്ത് പറയുമെന്ന് അറിയാമോ? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഒരു ഫോൺ എടുത്തു. ഇത് പൂക്കി ഫോണാണ് കേട്ടോ, കാണിക്കാൻ വേണ്ടി വന്നത്, എൻ്റെ അല്ലേ, എവിടുത്തെ കിട്ടിയതാ. അപ്പോൾ ഒരു ഫോൺ എടുത്തു, നെറ്റിൽ കയറുമ്പോഴേ ഇതിന് IP അഡ്രസ്സ് കിട്ടും. അതിന്റെ പേരെന്തുവാ? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ദേ വേറൊരു ഫോൺ എടുത്തേ, ഇത് നെറ്റിൽ കയറുക, നെറ്റ് ഓൺ ആക്കി, ഓക്കെ, അപ്പോഴേ IP അഡ്രസ്സ് കിട്ടും. നമ്മൾ അറിയുന്നില്ല. അതിനെന്തോ പറയും? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഓക്കെ. വേറൊരു ഡിവൈസ് എടുത്തു, നെറ്റ് ഓൺ ആക്കി, ഓക്കെ, നെറ്റ് ഓൺ ആക്കിയപ്പോഴേ IP അഡ്രസ്സ് കിട്ടി. ആ പ്രോസസ്സിന് എന്താ പറയുന്നത്? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഇനി മറക്കത്തില്ലല്ലോ? ഇല്ല, ടഫാ. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്ന് പറയും. റെഡി? പഠിച്ചോ? ശരി. വേറൊരാളെ കൂടി ഇവിടെ പഠിക്കണം, റിപ്പീറ്റഡും ടഫും ആണ്. ഏതാണെന്നറിയാമോ? DNS, ഡൊമൈൻ നെയിം സിസ്റ്റം. ഡൊമൈൻ നെയിം സിസ്റ്റം. എന്തോ DNS എന്നറിയാമോ? അതായത് google.com എന്ന് അടിക്കത്തില്ലേ നമ്മൾ, google.com അല്ലെങ്കിൽ falconexacademy.com. falconexacademy.com എന്ന് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയേക്കുന്നത് അല്ലേ? ഇത് കമ്പ്യൂട്ടർ ഉടനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്പേഴ്സ് ആക്കും. 192.168.1.1.0 എന്നിങ്ങനെ വല്ലതും കൊടുക്കും. അതേപോലെ google.com ഒരു വെബ്സൈറ്റാണ്. ഈ google.com നേരെ അതിന്റെ നമ്പറിലോട്ട് മാറും, 168.192.1.1. അപ്പം ഈ നെയിമിനെ IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടർ ചെയ്യുന്നതിനാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്, DNS. നോക്കിക്കേ, domain.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്.
അതിന്റെ IP അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ എടുത്തു, ഒരു ഫോൺ എടുത്ത് നെറ്റ് കണക്ട് ചെയ്യുമ്പോഴേ IP അഡ്രസ്സ് കിട്ടുന്നു. അതെന്തുവാ? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. നിങ്ങൾ നെറ്റ് ഓൺ ആക്കുന്നു, IP അഡ്രസ്സ് കിട്ടുന്നു, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. നിങ്ങൾ falconexacademy.com എന്ന് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്പറിലേക്ക് മാറ്റിയിട്ട് ആ സിസ്റ്റം എടുക്കുന്നത്. അതിനെന്തോ പറയുന്നത്? DNS, ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ? ക്ലാസ് ഇഷ്ടപ്പെട്ടവരുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോ തവണ പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്തേക്കണം. ഇനി അടുത്ത ഏത് ടോപ്പിക്ക് വേണമെന്നും പറയണം. ക്ലാസ് ഇഷ്ടപ്പെടുമ്പോഴേ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കമന്റ് സെക്ഷനിൽ. കമന്റിന്റെ അവിടെ സ്ക്രോൾ ചെയ്യുമ്പോഴും കാണാം ഹൈപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾക്ക് ഹൈപ്പ് കൊടുക്കുക. അങ്ങനെ ഈ ക്ലാസ് അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കാൻ മറക്കല്ലേ. ഓക്കെ, ഇത്രയും റെഡിയാണോ? ശരി. ഡാഷ് ഒരു സ്വതന്ത്ര വിവര വിനിമയ നവ സാമൂഹിക മാധ്യമമാണ്. ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ, വാട്സപ്പും സോഷ്യൽ മീഡിയ, ട്വിറ്ററും സോഷ്യൽ മീഡിയ, ത്രെഡ്സും സോഷ്യൽ മീഡിയ. പക്ഷെ ഇതൊന്നും ഓപ്പൺ സോഴ്സോ ഫ്രീയോ അല്ല. അതേതാ ഉള്ളേ? ഡയസ്പോറ. ഓക്കെ, ഡയസ്പോറ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ സോഴ്സ് സോഷ്യൽ നെറ്റ്വർക്ക് ആണ്. ഇമ്പോർട്ടന്റ്. ഫേസ്ബുക്ക് ഒരു കമ്പനിയാണ്, അതിലൊരു മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഡയസ്പോറ എന്ന് പറയുമ്പോൾ ഓപ്പൺ സോഴ്സാണ്, മാറ്റങ്ങൾ വരുത്താം. സ്വതന്ത്ര സോഫ്റ്റ്വെയർ, ഫ്രീ സോഫ്റ്റ്വെയർ, ഓപ്പൺ സോഴ്സാണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഡിവൈസിന്റെ പേര് സൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഡയസ്പോറയാന്ന് ഓർത്ത് വെച്ചോണം. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ്? ഏതാ ചാറ്റ് ബോട്ട് എന്നറിയാമോ? നോക്കിയേ, ഇമ്പോർട്ടന്റ്. ജെമിനി അല്ല, എന്ത് ചെയ്ത്? അതേതാന്ന് ചോദിച്ചാൽ ഡീപ് സീക്ക് ആണേ കേട്ടോ. അതായത് ചാറ്റ് GPT വന്നില്ലേ, നമ്മൾ എന്തുണ്ടെങ്കിലും ഇപ്പൊ ചാറ്റ് GPT കൊടുക്കുന്നത്. ചാറ്റ് GPT ഏത് കമ്പനിയുടെ ആണെന്നുള്ളത് റിപ്പീറ്റഡ് ചോദ്യം. ഓപ്പൺ AI. ചാറ്റ് GPT എന്ന് പറയുന്നത് ഏത് കമ്പനിയുടേതാ? ഓപ്പൺ AI. അപ്പോ ഗൂഗിളിന്റെ ഒരെണ്ണം വന്നു ചാറ്റ് GPT പോലെ, അതിന്റെ പേര് ജെമിനി. ഉറപ്പായിട്ടും എല്ലാവരും ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും പ്രോംപ്റ്റുകൾ കൊടുത്ത് അല്ലേ. ജെമിനി ഗൂഗിളിൻ്റെതാണ്. ക്ലൗഡ് ഏതിൻ്റെതാ? ആൻഡ്രോപിക്കിൻ്റെതാണ്. ക്ലൗഡ് എന്ന് പറയുന്ന ചാറ്റ് GPT പോലുള്ളത് ആൻഡ്രോപിക്കിൻ്റെതാണ്. ലാമ മെറ്റായെ. പെർപ്ലെക്സിറ്റിയുടേതാണ്. അതേപോലെ ചൈനീസ് ചാറ്റ് GPT പോലുള്ളത് ഏതാ? ഡീപ് സീക്ക് ആണെന്ന് ഓർത്തോണം. പിന്നെ ഒരു റെയർ മെയിൻസ് ലെവലിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. IBMന്റെ ചാറ്റ് GPT പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് LLMന്റെ പേരെന്താ? വാട്സൺ എക്സ്. ഇമ്പോർട്ടന്റ് പ്രീവിയസ് ഇയർ ചോദ്യം. IBMന്റെ LLM പോലുള്ളതിന്റെ പേരെന്താ? അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പേരെന്താ? വാട്സൺ എക്സ്. ഓക്കെ, ഇത് ഇത്രയും പഠിക്കുവോ? ഇത്രയും സെറ്റായിട്ട് പഠിക്കത്തില്ലേ? ഇതേപോലെ ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ പോയി പെയ്ഡ് കോഴ്സിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഡിഗ്രി ലെവൽ കോഴ്സ്, നമ്മൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് കാക്കത്തൊള്ളായിരം. ഇൻഫിനിറ്റി ചാൻസസ് ഇതിൽ പോയി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാമോ? ആദ്യമേ കയറി കഴിയുമ്പോഴേ ഓരോ ആഴ്ചത്തെയും ടൈം ടേബിൾ കാണിക്കും. വീക്ക് 1 ഏതാ? ഓരോ ദിവസത്തെയും ക്ലാസ് ഏതൊക്കെയാണെന്ന് കാണിക്കും. ലൈവ് ആണോ റെക്കോർഡ് ആണോ എന്ന് കാണിക്കും. ലൈവ് കഴിഞ്ഞാൽ റെക്കോർഡ് ആയിട്ടായാലും കാണാം. ഓക്കെ, അതേപോലെ സിലബസും ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ എന്തെന്നുള്ളത് അതൊക്കെ വിട്ടുതരാം. ഇത് കയറി കഴിയുമ്പോഴേ സ്റ്റഡി പ്ലാൻ ഉണ്ട്. സ്റ്റഡി പ്ലാനിൽ പോകുമ്പോൾ ഡേ 1 ക്ലാസ്, അതിൻ്റെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും, എക്സാം, അതിൻ്റെ PDF ഉണ്ടായിരിക്കും. ഡേ 1, ഡേ 2, ഡേ 3 വരെ ഇപ്പോൾ ആയിട്ടുള്ളൂ. ഈ ഡേ 3 വരെ ഉള്ളത് വെച്ച് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയ ഡിഗ്രി പ്രിലിംസ് സൂപ്പറായിട്ട് ക്രാക്ക് ചെയ്യാം. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് 999 ഇപ്പോൾ ഉള്ളത്. ഏറ്റവും ലോവസ്റ്റ് പ്രൈസാ. ക്ലാസ് ക്വാളിറ്റി ഇപ്പൊ പഠിപ്പിച്ച പോലെ ആയിരിക്കും. അതിലിപ്പം ഹിസ്റ്ററി ക്ലാസ് ഇപ്പൊ യൂറോപ്യന്മാരുടെ ആയിരുന്നു. അത് എടുക്കാന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കാണാം. അതിന്റെ PDF ഉണ്ടെങ്കിലോ PDF ഉണ്ട്. അതിന്റെ ടെസ്റ്റ് സീരീസ് അന്ന് പഠിപ്പിച്ചിട്ടുള്ള ക്ലാസിന്റെ അകത്ത് ചോദ്യങ്ങൾ മൊത്തം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജി ആണോ ASRോടെ, ആ ക്ലാസ് ഉണ്ടാവും, അതിന്റെ PDF ഉണ്ടാവും, അതിന്റെ ടെസ്റ്റ് സീരീസും ഇവിടെ ആഡ് ആവും. മനസ്സിലായോ? അതേപോലെ മലയാളമാണോ, മലയാളത്തിന്റെ ക്ലാസ് ഉണ്ടാവും, അതിന്റെ PDF ഉണ്ടാവും, അതിന്റെ ടെസ്റ്റ് സീരീസും ഉണ്ടാവും. ഇങ്ങനെ ഓരോന്നോരോന്ന് മാത്രമല്ല, ഒരാഴ്ചയാകുമ്പോൾ ഒരു ഫുൾ എക്സാം, ആഴ്ച പഠിപ്പിച്ചിട്ടുള്ള മൊത്തം, അങ്ങനെ മാസത്തിലും മൊത്തം, ഇങ്ങനെ ഓരോ ക്ലാസ്സും എക്സാമുമായി പോയി കഴിഞ്ഞാൽ റാങ്ക് അടിക്കാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ കാക്കത്തൊള്ളായിരം ബാച്ച്. കയറുമ്പോൾ തന്നെ ടെലിഗ്രാം ചാനൽ ഉണ്ടാവേ. അതേപോലെ നമ്മുടെ വിദ്യാരംഭം 2.0 ബാച്ച് ഉണ്ട്. കമ്പനി ബോർഡ് LGS LDCക്ക് എല്ലാം വേണ്ടി. ഇപ്പം നമ്മുടെ ഈ ചിൽഡ്രൻസ് ഡേ പ്രമാണിച്ച് ഇന്നും നാളെയും, അതായത് 14-ാം തീയതിയും 15-ാം തീയതിയും 100 രൂപയുടെ കേട്ടോ, 100 രൂപയുടെ ഓഫർ ഉണ്ട് ഇതിൻ്റെ അകത്തെ. 699 ബാച്ചിന്റെ അകത്ത് 100 രൂപയുടെ ഓഫർ ഉണ്ട്. 2 ദിവസത്തേക്കേ ഉള്ളൂ, നോക്കണം. പിന്നെ അതേപോലെ ഈ കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് വിദ്യാരംഭം എടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ
500 രൂപയുടെ കൂപ്പൺ കോഡ് ഉണ്ട്. അത് 15-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ വാലിഡ് ആയിട്ടുള്ളത്. അത് ഉപയോഗിച്ച് കാക്കത്തുള്ളായിരം മേടിച്ച് അത്രയും ഡിസ്കൗണ്ട് കിട്ടും. 15-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. മറക്കല്ലേ, 15-ാം തീയതി വരെ മാത്രമേ ഉള്ളൂ. റെഡിയാണോ? ഇത്തരം സംഭവങ്ങളും മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക് സപ്പോർട്ടിനെ വിളിച്ചാൽ മാത്രം മതി, സോൾവ് ചെയ്ത് തരും. ഓക്കെ, ശരി. അപ്പൊ ഇത്രയും മനസ്സിലായോ? ഈ PDF വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണേ എല്ലാത്തിന്റെയും. ഡീപ് ഫേക്ക് എന്നാൽ എന്താ? ഡീപ് ഫേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഈ ഡീപ് ഫേക്ക് എന്ന് പറയുന്നത്. റെഡിയാണോ? ഇതാണ് ഡീപ് ഫേക്ക്. താഴെ പറഞ്ഞാൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്തത് ഏത്? മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടേതാണ് ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, ത്രെഡ്സ്, വാട്സപ്പ് എല്ലാം വരുന്നത് ഏതിന്റെ? മെറ്റയുടെ. ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? ടെലിഗ്രാം അല്ലെ? ടെലിഗ്രാം മാത്രമാണ് ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പനിയുടേത്, മെറ്റയുടെ അല്ലെന്ന് ഓർത്ത് വെച്ചോണം. ഇത്രയും റെഡിയല്ലേ? തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. എഡ്ജ് മൈക്രോസോഫ്റ്റിന്റെ ബ്രൗസറാ, ഇമ്പോർട്ടന്റ്. ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റിന്റെ അല്ല, അഡോബിന്റെ അല്ലേ? അപ്പൊ ഇത് തെറ്റാ. ഇനി മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിൻ്റെതാ, ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റെതാ. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാ? 1, 3, 4 മാത്രം. 1, 3, 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. റെഡിയാണോ? ഇനി നോക്കിക്കേ. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്. ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള ഏറ്റവും ബേസിങ്ങിനാണ്. ആദ്യം ബിറ്റ്. ഓക്കെ, ബിറ്റ് 4 ബിറ്റ് ചേരുന്നതാണ് ഒരു നിബിൾ. ഇമ്പോർട്ടന്റ് റെയർ ചോദ്യം, ഒരു മനുഷ്യൻ അറ്റൻഡ് ചെയ്യത്തില്ല. 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയപ്പെടുമെന്ന് PSC ചോദിക്കും. 4 ബിറ്റ് ഒരു നിബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് പ്രീവിയസ് ഇയർ ചോദ്യം. ഓക്കെ, 4 ബിറ്റ് ആണ് ഒരു നിബിൾ. ഓക്കെ, അപ്പൊ ആദ്യം ഇങ്ങനെ പറയാം, ബിറ്റ്. ഓക്കെ, 8 ബിറ്റ്സ് ചേരുന്നതാ ഒരു ബൈറ്റ്. ബിറ്റ് കഴിഞ്ഞ ബൈറ്റ്. 1024 ബൈറ്റ് ചേരുന്നതാ ഒരു കിലോ ബൈറ്റ്. പിന്നല്ല 1024 കളിയാ. 1024 കിലോ ബൈറ്റ് ചേരുന്നതാ ഒരു മെഗാബൈറ്റ്. 1024 മെഗാബൈറ്റ് ചേരുന്നതാ ഒരു ജിഗാബൈറ്റ്. 1024 ജിഗാബൈറ്റ് ചേരുന്നതാ ഒരു ടെറാബൈറ്റ്. മനസ്സിലായോ? ബിറ്റ്, ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറയാം? ബിറ്റ്സ്, ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്. പഠിച്ചു വെക്കാമോ? അപ്പൊ പറഞ്ഞേ. ബിറ്റ് ഇവിടെ തന്നിട്ടില്ല. ബൈറ്റ്, കിലോബൈറ്റ് അല്ലെ, മെഗാബൈറ്റ്, അടുത്ത ജിഗാബൈറ്റ് ആണ്. ഇതാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓക്കെ, 1024 ബൈറ്റ്സ് ആണ് ഒരു KB. 1024 KB ആണ് ഒരു മെഗാബിറ്റ്. ഇതൊക്കെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുക്കണേ. PDF ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്തുണ്ടാവും. ഫ്രീ ക്ലാസ്സസിൽ പോവുക, യൂട്യൂബ് വീഡിയോ ആണ്, ഡൗൺലോഡ് ചെയ്തെടുക്കുക, വായിച്ച് പഠിക്കുക. ഓക്കെ, ശരി. അതേപോലെ നിങ്ങൾക്ക് എക്സാം എഴുതി പഠിക്കണമെന്നുണ്ടെങ്കിലും വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. നോക്കിക്കേ, വെബ്സൈറ്റിൽ പോകുന്നു. ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ടോ? ഇതിൽ പോയി കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ്, 10th പ്രിലിംസിന് വേണ്ടിയുള്ളത്, കമ്പനി ബോർഡ് LGSന് ഫ്രീ ആയിട്ടുള്ളതുണ്ട്. അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനുണ്ട്. ക്യൂസ് എടുത്തു കഴിഞ്ഞാലും ഫ്രീ ആയിട്ടുണ്ട്. LGSനുണ്ട്. ഇഷ്ടംപോലെ ക്യൂസസ് കിടപ്പുണ്ട്. ഏറ്റവും പ്രയോറിറ്റി ഉള്ള 2025 കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് സയൻസിലത്തെ ഉണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ, അങ്ങനെ ഓരോന്നും ക്യൂസസ് ഉണ്ട്. ഫ്രീ ആയിട്ട് ചെയ്ത് പഠിക്കാം, ഉപയോഗിക്കുക കേട്ടോ. അടുത്ത താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഏതാ? സ്പീക്കർ ഔട്ട്പുട്ടാ, മോണിറ്റർ പ്രൈമറി ഔട്ട്പുട്ട് ഉപകരണം, പ്രിന്റർ ആണ് ഔട്ട്പുട്ട്. ഇതല്ലേ ഹാർഡ് കോപ്പി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഓർമ്മയുണ്ടോ? അല്ലേ? സോറി, പ്രിന്റർ ഔട്ട്പുട്ട്. അതെ, സ്കാനർ ആണ് ഇൻപുട്ട് കേട്ടോ. സ്കാനർ ആണ് ഇൻപുട്ട് ആയിട്ടുള്ള, പ്രിന്ററും ഔട്ട്പുട്ടാ. പ്രിന്റ് ചെയ്തെടുക്കുന്ന ഔട്ട്പുട്ട് ഹാർഡ് കോപ്പി. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. പ്രത്യേക എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. വേർഡ് പ്രോസസർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ? വേർഡ് പ്രോസസർ എന്തിനായിരുന്നു? കഥ എഴുതാൻ, ബുക്ക് എഴുതാനൊക്കെ ഉപയോഗിക്കുന്നു. വിൻഡോസോ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതൊരു ടോപ്പിക്കാണ്, വലിയ ആഴത്തിലെ ടോപ്പിക്ക്, നമുക്ക് ഡെപ്തിൽ പഠിക്കാം കേട്ടോ. വിൻഡോസോ സിസ്റ്റം സോഫ്റ്റ്വെയർ. ലിനക്സോ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അതും സിസ്റ്റം സോഫ്റ്റ്വെയർ. യൂണിക്സോ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, അതും ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ എന്തുവാ? ഗൂഗിൾ ക്രോം, PDF റീഡർ, വാട്സപ്പ്. ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. മൾട്ടിപ്പിൾ കാര്യം ചെയ്യുന്ന വൈഡ് ആയിട്ടുള്ള റേഞ്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം അതിൽ വരുന്നതാണ്.
ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖല. വേൾഡിലുള്ള ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്ന് തന്നെ പറയാം. അതേതാ? വാൻ ആണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. എക്സാമ്പിൾ ഇന്റർനെറ്റ്. ഓക്കെ. എന്നാൽ കേബിൾ ടി വി ഏതിന്റെ എക്സാമ്പിൾ ആയിരുന്നു? അത് മാൻ ആണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ. ഈ താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ചെറിയ നെറ്റ്വർക്ക് ഏതാണെന്ന് PSC ചോദിക്കും. ലാൻ ഒരു മുറി മൊത്തമാ. അതാണ് മിക്കവാറും എപ്പോഴും ചെറിയ നെറ്റ്വർക്കും തന്നെ. പക്ഷെ ഓപ്ഷൻ ഈ പാൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാ. അതായത് ഒരു ഹെഡ്സെറ്റ്, ഒരു സ്മാർട്ട് വാച്ചും ഒക്കെ ഉണ്ടെങ്കിൽ അത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് വരുന്നതാ. അതിലും വലുതാണ് ലാൻ. അപ്പൊ ഏറ്റവും ചെറുത് ഏതാ? പാനാ. പാൻ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രമേ ലാൻ ആവത്തുള്ളൂ, മറക്കല്ലേ. ഓക്കെ. ഇനി ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാ? വെബ് പേജ് കാണാൻ ഏതാ? ബ്രൗസർ ആണ് ഉപയോഗിക്കുന്നത്. IT ആക്ട് നിലവിൽ വന്ന വർഷം ഏതാ? 2000 ആണ്. ഈ ആക്ടുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം അതിന്റെ എക്സാമ്പിളാ. വിൻഡോസ്, ആൻഡ്രോയിഡ്, ലിനക്സ് ഇതെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയറാ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇത് ഡെപ്തിൽ പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ ബാച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു കുറച്ച് നേരം കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല, ഒരു 1 hour എടുക്കും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്തുവാ? വാട്സപ്പ് ഉണ്ട്. പിന്നെ ഇത് ഓർമ്മയുണ്ടോ? MS ആക്സസ്. MS ആക്സസ് എന്തുവായിരുന്നു? ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലയോ? അത്രേ ഉള്ളൂ. അതാണ് സംഭവങ്ങൾ. ഇനി നമ്മുടെ ഡിഗ്രി ലെവലാണ് നിങ്ങൾ നോക്കുന്നുണ്ട്. കാക്കത്തൊള്ളായിരം ബാച്ച് ഉണ്ട്. കാക്കത്തൊള്ളായിരം ബാച്ചിന്റെ അകത്ത് ഓഫർ കോഡ് ഉള്ളത് ലാസ്റ്റ് ദിവസം 15-ാം തീയതിയാണ്. അത് വിദ്യാരംഭം എടുത്തവർക്കാണുള്ളത്. 500 രൂപയോളം ഓഫ് വരുന്നുണ്ട്. അപ്പോഴേ നോക്കിക്കേ, കേരള PSC തന്നെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ഡിഗ്രി പ്രിലിംസ് കിട്ടുന്ന ബാച്ചാണ് കാക്കത്തൊള്ളായിരം. കംപ്ലീറ്റ് ഡിഗ്രി ലെവൽ സബ്ജക്ട്സും ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ടെസ്റ്റ് സീരീസ് ഉണ്ട്, ലൈവ് ഉണ്ട്, റെക്കോർഡ് ഉണ്ട്, PDF ഉണ്ട്, അതിന്റെ ടെസ്റ്റ് സീരീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. 1 year വാലിഡിറ്റി ഉണ്ട്. ഇതാണ് കാക്കത്തൊള്ളായിരം. ഇനി കമ്പനി ബോർഡ് LGS നോക്കുന്നവരുണ്ടെങ്കിൽ പുത്തൻ 2ാമത്തെ ബാച്ചാണിത്. വിദ്യാരംഭം 2.0 ബാച്ച് 2. 500-ൽ കൂടുതൽ അവേഴ്സ് ഉണ്ട്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിന്റെ ടെസ്റ്റ് സീരീസും PDF എല്ലാം അവിടെയും കിട്ടും. ഇത്ര ഓക്കെ ആണോ? റെഡി? അപ്പം ചിൽഡ്രൻസ് ഡേ പ്രമാണിച്ച് കൂപ്പൺ കോഡ് ഉണ്ട്. ഫാൽക്കൺ X100 എന്നാണ്. ഈ ഫാൽക്കൺ X100 ഉപയോഗിച്ച് കഴിഞ്ഞാൽ 601 രൂപയ്ക്ക് കിട്ടും. ഈ കമ്പനി ബോർഡ് LGSന്റെ ബാച്ചിന്റെ പ്രൈസ് 699. ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്, 1 year വാലിഡിറ്റി. ഈ ചിൽഡ്രൻസ് ഡേ പ്രമാണിച്ച് 2 ദിവസത്തേക്ക് മാത്രം, ഇന്ന് 14, നാളെ 15, ഈ 2 ദിവസത്തേക്ക് മാത്രം 600 രൂപയ്ക്ക് കിട്ടും. കൂപ്പൺ കോഡ് ഫാൽക്കൺ X100 ഉപയോഗിക്കുക. ഓക്കെ, ഇത്രയും സെറ്റ് അല്ലേ? ഇനി സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയർ ഏതാണ്? സ്വതന്ത്രമായിട്ട് ഇഷ്ടമുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതിന് എന്താ പറയുക? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇമ്പോർട്ടന്റ് ആയിട്ട് PSC ചോദിക്കുന്നത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലിനക്സ്, അപ്പാച്ചെ, മോസില ഫയർഫോക്സ്, ഇതെല്ലാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. എന്ന് പറഞ്ഞാൽ എന്തുവാ? വാട്സപ്പ് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള മാറ്റം വരുത്താൻ പറ്റും? ഇല്ല, അത് ഓപ്പൺ സോഴ്സ് അല്ല. വിൻഡോസ് എടുത്ത് ഇഷ്ടമുള്ള മാറ്റം വരുത്താൻ പറ്റും? ഇല്ല, അത് ഓപ്പൺ സോഴ്സ് അല്ല. ആൻഡ്രോയിഡ് എടുത്ത് മാറ്റാൻ പറ്റും? പറ്റും, അത് ഓപ്പൺ സോഴ്സാ. മോസില ഓപ്പൺ സോഴ്സാ. ലിനക്സ് ഓപ്പൺ സോഴ്സാ. സ്വതന്ത്രമായിട്ട് കിടക്കുക, ഇഷ്ടമുള്ള മാറ്റം വരുത്താം. അങ്ങനത്തെ ഒരു ഓപ്പൺ സോഴ്സ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് നമ്മൾ ഒരെണ്ണം പറഞ്ഞ ഓർമ്മയുണ്ട്, ഡയസ്പൊറ. അതും റിവൈസ് ചെയ്തോണം. ഓക്കെ, അപ്പോൾ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് ഉണ്ട്, ഉബുണ്ടു, എക്സ് ഉബുണ്ടു ഉണ്ട്, ക്രോമിയം OS ഉണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്. ഇതൊക്കെ ഓപ്പൺ സോഴ്സ്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മാറ്റം വരുത്താം. മനസ്സിലായോ? ഒരു ക്ലേ നമ്മുടെ കിട്ടുന്ന പോലെ, ചള്ള കിട്ടുന്ന ഓർത്താണ്, കുഴച്ച് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് ഉണ്ടാക്കാം. അതാണ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് ടെക്നിക്കലി. ഓക്കെ, ഇനി ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായിട്ടുള്ള സെർച്ച് എഞ്ചിൻ ഏതാ? ലാറി പേജും കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഗൂഗിൾ ആണ് അല്ലെ? അത് ഗൂഗിൾ ആണ്. റെഡി? സഫാരി ആരുടേതാ? ആപ്പിളിന്റേതാ അല്ലേ? സഫാരി ആപ്പിളിന്റേതാ. ഇതൊന്ന് നോക്കിയേ, ഇതൊരു ടഫ് ചോദ്യമാ. PSC ആൻസർ കീ ഉൾപ്പെടെ ഇത് വേരി ചെയ്യുന്ന ഒരെണ്ണമാ. പക്ഷെ നമുക്ക് അറിയാവുന്നത് ആദ്യം കണക്ട് ചെയ്തിട്ട് ബാക്കി ഞാൻ ഡീറ്റെയിൽഡ് പറഞ്ഞുതരാം. നോക്കാം. ഹബ്ബ് എന്തുവായിരുന്നു? മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതാണ് ഹബ്ബ് അല്ലേ? 1D, നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു. 1D വരും. ഇതുകൊണ്ട്, ഇത് 3 എണ്ണം ഉണ്ട്, ഇത് മാത്രം പോയി. ഇനി അടുത്തൊരെണ്ണം റിപ്പീറ്റർ പഠിക്കാം. റിപ്പീറ്റർ എന്ന് പറയുന്നത് എന്തുവാ? അതായത് ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മുടെ വീട്ടില് ഹോളിലാണ് വൈഫൈ, നമ്മുടെ ബെഡ്റൂമിൽ കിട്ടുന്നില്ല വൈഫൈ, റേഞ്ച് ഇല്ലല്ലോ. അപ്പോൾ ഹോളിന്റെയും റൂമിന്റെയും ഇടയ്ക്കൊരു ഡിവൈസ് കൊണ്ടുവന്ന് കുത്തിവെക്കും, ഭിത്തിയിൽ കൊണ്ട് കുത്തിവെക്കും. ഇതിന്റെ ജോലി എന്തുവാ? ഹോളിൽ നിന്നുള്ള വൈഫൈ എടുത്ത്, ആ നെറ്റ്വർക്ക് സിഗ്നൽ എടുത്ത് ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ റൂമിലോട്ട് തരണം. അതിന്റെ പേരാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യുന്നു, സിഗ്നൽ റിപ്പീറ്റ് ചെയ്യുന്നു. റിപ്പീറ്റർ എന്തുവായിരുന്നു? നെറ്റ്വർക്കിൽ
കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു, സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. 3B. എന്തേ 3B. അത് ഈ രണ്ടെണ്ണേ വരുന്നുള്ളൂ. അപ്പൊ ഈ ഓപ്ഷനും ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇത് രണ്ടെണ്ണം പോയല്ലോ. ഓക്കെ, റെഡി. ഇനിയാണ് ട്വിസ്റ്റ് ആയിട്ട് വരുന്നത്. ഒന്ന് കേട്ടെ. ഒന്ന്, റൂട്ടർ എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? റൂട്ടർ ആ പാക്കറ്റിലെ ഡേറ്റ കറക്റ്റ് റൂട്ടിൽ വിടുന്ന ജോലി റൗട്ടറിൻ്റെതായിരുന്നു. ഓർമ്മയുണ്ടോ? IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ ഡിവൈസുകളെ കണക്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് വരും. എന്ത് പറയാ? വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. അത് പറ്റും റൗട്ടർ കേട്ടോ. വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയുന്നതാണ്. വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. റെഡിയാണോ? വ്യത്യസ്ത പ്രോട്ടോകോൾ. ഇതിലെ PSC ആൻസർക്ക് പലതും വന്നിട്ടുണ്ട്. അതാണ് ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത്. വ്യത്യസ്ത പ്രോട്ടോകോൾ, കാരണം IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ ഡിവൈസിനെ കണക്ട് ചെയ്യാം എന്നുള്ളത് ശരിയാണ് കേട്ടോ. അതേപോലെ ആൻസർ കീ കൊടുത്തിട്ടുള്ളത് റൗട്ടർ എന്ന് പറയുമ്പോൾ 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്ന ആൻസർ കീ കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് വേ കൊടുത്തിട്ടുള്ളത് വ്യത്യസ്ത പ്രോട്ടോകോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുമാണ് ആൻസർ കീ. അതായത് ഓപ്ഷൻ D ആണ് ആൻസർ കീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ ശരിക്കും വരുമ്പോൾ എങ്ങനെ വരും? ഗേറ്റ് വേ എന്ന് വരുന്നത് 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതാ. ഗേറ്റ് വേ 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതാണ് കേട്ടോ. ഗേറ്റ് വേ എന്ന് പറയുന്നത് 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതാ. കാരണം എന്തുവാ? ഗേറ്റ് വേ എന്ന് പറയുമ്പം ലാനും വാനിനെയും കണക്ട് ചെയ്യുന്നത് ഗേറ്റ് വേ. 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്നതാണ് ഗേറ്റ് വേ. ഓക്കെ. റൗട്ടർ എന്ന് പറയുന്നത് എന്തുവാ? IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ ഡിവൈസിനെ കണക്ട് ചെയ്യുന്നു. IP അഡ്രസ് പ്രോട്ടോകോൾ അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ ഡിവൈസുകളെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ശരിക്കുള്ള ആൻസർ കീ വരേണ്ടത് ഇതാണെങ്കിലും PSCയുടെ ആൻസർ കീ ഇതാ. ഇതൊക്കെ ചാലഞ്ച് ചെയ്തെടുത്ത് കളയാം. ഓക്കെ ആണോ? ഇതൊക്കെ ഡെപ്തിൽ നമുക്ക് ആഴത്തിൽ പഠിക്കാം. ഇത്രയും കോംപ്ലിക്കേഷൻ എക്സാമുകളിൽ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ശരിയാ അല്ലേ? പറ്റത്തില്ല. ഓഫ് കോഴ്സ് പറ്റത്തില്ല. ഇങ്ങനത്തെ ചോദ്യങ്ങളും വരും. നമുക്കത് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും വൃത്തിയാക്കി മനസ്സിലാക്കി തരാം. കുറഞ്ഞ നേരം കൊണ്ട് ഏറ്റവും മാക്സിമം പറ്റുന്ന രീതി ഇത്രയുമാണ്. ഇതിൽ സാറ്റിസ്ഫൈഡ് ആണോ? ഈ സിംഗിൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈവിൽ വാ, ക്ലാസ് എടുത്തു വാ. നമ്മുടെ ബാച്ചുകൾ എങ്ങനെ ഉണ്ടെന്ന് കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ സ്റ്റുഡൻസ് എടുത്തിട്ടുള്ളവർ പറയും. അഭിപ്രായം അനുസരിച്ച് വരണം കേട്ടോ. ലോവസ്റ്റ് പ്രൈസാ, അപ്പൊ ചീപ്പ് ക്വാളിറ്റി ആണോ? ഒരു കൺഫ്യൂഷൻ വരും, എനിക്കും വരും. അപ്പൊ അത് ശരിയാണോ എന്നൊന്ന് നോക്കണം കേട്ടോ. കമന്റ് ചെയ്ത് ചോദിക്കണേ. കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിംഗിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്നത്. CPU താൽക്കാലികമായി സംഭരിക്കുന്ന ഡേറ്റ എവിടെയാ? ക്യാഷെ മെമ്മറിയിലാണെന്ന് ഓർത്തോണം. റെഡി? CPU താൽക്കാലികമായി ഉപയോഗിക്കുന്നത് ക്യാഷെ മെമ്മറിയാണ്. ഏറ്റവും വേഗതയുള്ള മെമ്മറി ഏതാ? രജിസ്റ്റർ. രണ്ടാമത് ഏതാ? ക്യാഷെ മെമ്മറി. മറക്കത്തില്ലല്ലോ. CPU താൽക്കാലികമായി ഉപയോഗിക്കുന്നത് ഏതാ? ക്യാഷെ മെമ്മറി. ഇനി ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുന്നു. ഫാൽക്കൺ എക്സ് അക്കാഡമി പോലെ വേറെ ഫേക്ക് ഒരെണ്ണം ഉണ്ടാക്കുന്നു. ഫാൽക്കൺ എസ് അക്കാഡമി ചുമ്മാ. ഓക്കെ. അപ്പം ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്നും കാർഡ് നമ്പറൊക്കെ തട്ടിയെടുക്കുന്നതിന് എന്ത് പറയും? വെബ് ജാക്കിംഗ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുവാണേ, falconxacademy.com പകരം ഞാനൊരു കള്ളനാ, ഫാൽക്കണേഴ്സ് അക്കാഡമി എന്ന് പറഞ്ഞാൽ അയച്ചു തന്നിട്ട് ലിങ്ക് അയക്കുമ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ആ വിവരം എനിക്ക് കിട്ടുന്നു. ഇതിനെന്ത് പറയും? അതിനെയാണ് വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. മറക്കത്തില്ലല്ലോ. അതാണ് വെബ് ജാക്കിംഗ് എന്ന് പറയുന്നത്. google.com പകരം gooly.com എന്ന് പറഞ്ഞ ലിങ്ക് അയച്ചു തരും. നമ്മൾ ആബ്സെന്റ് മൈൻഡ് ആയിട്ട് കാണത്തില്ല, കയറിയിട്ട് ഡേറ്റ എല്ലാം എൻ്റർ ചെയ്യും. അതിനെന്ത് പറയും? വെബ് ജാക്കിംഗ് എന്ന് പറയും അല്ലേ? അങ്ങനെ നമ്മുടെ സെൻസിറ്റീവ് വിവരങ്ങളായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, പാസ്വേഡ്, യൂസർ നെയിമും കിട്ടുമ്പം ഫിഷിംഗ് എന്ന് പറയും. ഓർമ്മയുണ്ടോ? ഫിഷിംഗ് എന്നും പറയും. ശരി. റാൻസം വെയർ എന്തുവായിരുന്നു? ഒരു സിസ്റ്റം ലോക്ക്, അതായത് കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് പൈസ തന്നാലേ വിടൂ എന്ന് പറയത്തില്ലേ? ബ്ലാക്ക് മെയിലിംഗ്. കുട്ടി എൻ്റെ കയ്യിലുണ്ട്, പൈസ തന്നാലേ തരൂ. അത് ഇങ്ങനെ ആക്കാം. നിന്റെ ഫോൺ ലോക്കാ, എനിക്ക് ബിറ്റ് കോയിൻ തന്നാലേ ഞാൻ ഫോൺ തുറന്നു തരൂ. നിന്റെ ലാപ്ടോപ്പ് ഞാൻ ലോക്കാക്കി, ബിറ്റ് കോയിൻ തന്നാലേ തുറന്നു വിടൂ. അതാണ് റാൻസം വെയർ. ഏറ്റവും ഫേമസ് റാൻസം വെയർ ഏതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. വാണാക്രൈ. ഒത്തിരി ലോകത്തെ പല കമ്പ്യൂട്ടറുകളിൽ ലോക്ക് ചെയ്തു. വാണാക്രൈ എന്ന് പറയുന്ന റാൻസം വെയർ. ബിറ്റ് കോയിൻ കൊടുത്താൽ മാത്രമേ തുറന്നു തരത്തുള്ളൂ. ഓക്കെ അല്ലേ? സലാമി അറ്റാക്ക് എന്ന് പറയുന്നത് ബാങ്കിലത്തെ സെർവറുകളെ അറ്റാക്ക് ചെയ്യുന്നതാ. ബാങ്കിലത്തെ സെർവറുകളെ ഓൺലൈനായിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. ഇത്രയും സെറ്റാണോ? ഇത്രയും റെഡി അല്ലേ? ഓക്കെ. അപ്പം ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഹബ് എന്ന് പറയുന്നത് പല കമ്പ്യൂട്ടറുകളെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതാ. റൗട്ടർ എന്ന് പറയുന്നത് ഡിഫറെന്റ് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്നതാണ്. അതേപോലെ
IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തിയും വർക്ക് ചെയ്യുന്നതാണ്. ഇതിന്റെ ഇൻ ഡെപ്ത് ഡെഫിനിഷൻ ആണ് ഇത്. അതുകൊണ്ട് അത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓഫ് കോഴ്സ് PSCയുടെ ആൻസർ കീ ഡിഫറെന്റും ആണ്. റിപ്പീറ്റർ എന്ന് പറയുമ്പോൾ എന്തുവായിരുന്നു? ഒന്നുകൂടെ വീക്ക് സിഗ്നൽസിനെ ഒന്നുകൂടെ ആംപ്ലിഫൈ ചെയ്ത് ലോങ്ങർ ഡിസ്റ്റൻസിലേക്ക് കടത്തിവിടുന്നു, എക്സ്റ്റെൻഡ് ചെയ്ത് നെറ്റ്വർക്കിനെ. ഗേറ്റ് വേ എന്ന് പറയുന്നത് എന്തുവാ? ലാനിനെയും വാനിനെയും കണക്ട് ചെയ്യുന്നതാണ് ഗേറ്റ് വേ. രണ്ട് ഡിഫറെന്റ് നെറ്റ്വർക്കുകൾ, ലാൻ ഒരു നെറ്റ്വർക്കാ, വാൻ ഒരു നെറ്റ്വർക്കാ. രണ്ട് ഡിഫറെന്റ് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്നതാണ് ഗേറ്റ് വേ. ഗേറ്റ് വീടും റോഡും തമ്മിൽ വേർതിരിക്കുമല്ലേ? രണ്ട് നെറ്റ്വർക്കുകളാണത്. ഗേറ്റും റോഡും ഗേറ്റ് ഉണ്ട് അല്ലേ? സോ എന്താ പറയുന്നത്? ഒന്നുകൂടെ കിളി പോയതാണ്. വീടില്ലേ, വീടുണ്ട്, റോഡുണ്ട്, വേർതിരിക്കുന്ന ഏതാ? ഗേറ്റ്. വീടുണ്ട്, റോഡുണ്ട്, വേർതിരിക്കുന്ന ഗേറ്റ്. അതുപോലെ ലാനിനെയും വാനിനെയും രണ്ട് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്നത് ഗേറ്റാ. വീടിനെയും റോഡിനെയും കണക്ട് ചെയ്യുന്നത് ഗേറ്റാ. ലാനിനെയും വാനിനെയും കണക്ട് ചെയ്യുന്നത് ഗേറ്റാ. രണ്ട് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്നത് ഗേറ്റ് ആണ്. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഇതിനൊരു എക്സ്പ്ലനേഷൻ പ്രോപ്പർലി മനസ്സിലായല്ലോ? റെഡി അല്ലേ? ശരി. ഇനി യഥാർത്ഥ ലോകത്ത് വിർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലേ ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? അതായത് ആമസോൺ ഒക്കെ ഇല്ലേ, ആമസോൺ എടുത്തിട്ട് പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് അത് എടുത്ത് വെക്കാം, എന്നിട്ട് സൂം ചെയ്തും തിരിച്ചും മറിച്ചും നോക്കാം. കണ്ടിട്ടുണ്ടോ? അതായത് ശരിക്കുമുള്ള നമ്മുടെ സ്ഥലത്ത് തന്നെ വിർച്വലി ഒരു സംഭവത്തെ കൊണ്ടുവരുക അല്ലേ? ആമസോണിൻ്റെ അത് കണ്ടിട്ടില്ലേ? ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എടുത്ത് വെച്ചിട്ട് തിരിച്ച് നോക്കാം. അതിനെന്ത് പറയും? അതിനാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. കണ്ടോ? ഒരാളൊരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ തൊടുന്നു. അതായത് ഈ കാണുന്നിടത്ത് തന്നെ നമുക്ക് ഓരോന്ന് കയറി വരും, അത് ക്ലിക്ക് ചെയ്യുക. അതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. കണ്ടോ? ഫോൺ എടുത്ത് നോക്കുക, ഇവിടെ ഹോട്ടലുണ്ട്, ഇവിടെ സ്റ്റേ ഉണ്ട്, ഇവിടെ ട്രാൻസ്പോർട്ട് ഉണ്ട്, ഇങ്ങനെ കാണാം. ശരിക്കുള്ള ലോകത്ത് പലതും ഓവർലേ ആയിട്ട് കയറി വരുന്നതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. പക്ഷെ വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? വിർച്വൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഇതുപോലൊരു സംഭവം എടുത്ത് അങ്ങ് വെക്കും, നമ്മളപ്പോൾ വേറെ ലോകത്താണെന്ന് തന്നെ തോന്നും. ഈ റിയാലിറ്റിയുമായി ബന്ധമില്ല, അതാണ് വിർച്വൽ റിയാലിറ്റി. ഓഗ്മെന്റഡ് റിയാലിറ്റി നമ്മളുള്ള സ്ഥലങ്ങളിൽ ഓവർലേ ആയിട്ട് പല ഒബ്ജക്ട്സും വരും. ഇതാണ് ഇത് തമ്മിലത്തെ വ്യത്യാസം. ഓക്കെ. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപീകരിച്ചിട്ടുള്ള ഈ താഴെത്തിട്ടുള്ളവയിൽ ഏതാ? പറഞ്ഞേ. ഇത്രയും പറഞ്ഞത് വെച്ച് ചെയ്യാൻ പറ്റുമോ? ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒരു ജോലി ചെയ്യുന്നതിനോ ഉപയോഗിക്കുന്നത് ഏതായിക്കൂട്ടത്തി? ടയേർഡായി, വെള്ളം കുടിക്കണേ. ഹെൽത്ത് ആണ്, ഹെൽത്ത്. ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കുമ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും വെള്ളം ഇടയ്ക്കെടുത്ത് കുടിക്കണം, മുഖവും കഴുകണം. വെള്ളം കുടിച്ചാൽ പകുതി അസുഖങ്ങളും മാറിക്കിട്ടും. മറക്കരുത്. ഹെൽത്താ ഫസ്റ്റ്, പഠിത്തവും ബാക്കിയെല്ലാം രണ്ടാമതേ ഉള്ളൂ. ഓക്കെ. ഒരു പ്രത്യേക ജോലി ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ത് പറയും? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയും. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ എന്തുവാ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, പിന്നെ ലാംഗ്വേജ് പ്രൊസസർ. അതൊക്കെ നമുക്ക് ആഴത്തിൽ പഠിക്കാം. ഓക്കെ. ഡാം ഒരു ഡാഷ് ആണ്. എന്താ? ഒരു മാൽവെയർ ആണ്. ഡാം എന്നുള്ളത് എന്താണ്? ഇതൊക്കെ സ്കിപ്പാ, ഒന്നും ചെയ്യാൻ പറ്റാത്ത ടഫ് ചോദ്യം. ഡാം എന്താ? ഒരു മാൽവെയർ ആണ്. അതേപോലെ ട്രോജൻ എന്താ? ഒരു വൈറസ് ആണ് അല്ലേ? പിന്നെ വേറെ എന്തൊക്കെ പറയാം? പെഗാസസ് ഒക്കെ ഇടയ്ക്ക് വന്നതാ, അതും ഒരു വൈറസ് ആണ് അല്ലേ? അതേപോലെ വാണാക്രൈ എന്തുവായിരുന്നു? വാണാക്രൈ എന്ന് പറയുന്നത് ഒരു റാൻസം വെയർ ആണെന്ന് ഓർത്തോണം. കമ്പ്യൂട്ടറിനെയോ സിസ്റ്റത്തെ ലോക്ക് ചെയ്തിട്ട് പറയും ബിറ്റ് കോയിൻ എന്നാലെ തുറന്ന് തരൂ എന്ന് പറയുന്നതാണ് വാണാക്രൈ റാൻസം വെയർ. തട്ടിക്കൊണ്ടുപോയി, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പൈസ തരൂ എന്ന് പറയുന്ന പോലെ സിസ്റ്റം ലോക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ ഇത് കിട്ടിയോ? ശരി. ഇനി നോക്കിക്കേ, സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ, നമ്മുടെ യൂസർ നെയിം പാസ്വേഡും ഒക്കെ അല്ലേ? വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങളുടെ മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആയിട്ട് വരും. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തിയോ സ്ഥാപനം വിശ്വസനീയമായ ആകർഷകമായ രീതിയിൽ നിങ്ങൾക്ക് അയക്കുന്നതിനെ എന്തു പറയും? ഫിഷിംഗ് എന്ന് പറയും അല്ലേ? മീൻ നോക്കുമ്പോൾ വരെയാ വെള്ളത്തിൽ കിടക്കുന്നത്, വന്ന് കടിക്കും എടുത്തോണ്ട് പോകും. നമ്മൾ നോക്കുമ്പോൾ ഒറിജിനലാ, ഫെഡറൽ ബാങ്കിൽ നിന്നുള്ള മെസ്സേജാ, ശരി, ഗൂഗിളിൽ നിന്നുള്ള മെസ്സേജാ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, അതിന് ഫിഷിംഗ് എന്ന് പറയും അല്ലേ? നോക്കിയേ, ഫിഷിംഗ് കണ്ടോ? ചൂണ്ട ഒറിജിനൽ ആണെന്ന് വിശ്വസിച്ച് ലിങ്ക് അയച്ചു തരും. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇൻഫർമേഷൻ എടുത്തോണ്ട് പോകും. യൂസർ നെയിം, പാസ്വേഡ്, സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് എല്ലാം എടുത്തോണ്ട് പോകും. അതിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. സ്പാം എന്ന് പറയുന്നത് എന്തുവാ? ടൂ മച്ച് ആഡ്. ആമസോൺ ഡിസ്കൗണ്ട് ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഡിസ്കൗണ്ട് ഉണ്ട്, ഇന്നതി ക്ലിക്ക് ചെയ്യൂ, അതിൽ ക്ലിക്ക് ചെയ്യൂ, ഇതെല്ലാം സ്പാം ആണ്. മനസ്സിലായോ? റെഡി അല്ലേ? ഹാക്കിങ്ങിന്റെ ശിക്ഷയോ 66 വരും. വൈറസ് അല്ലേ? ഡാം ഒരു മാൽവെയർ ആണ്. ഇത്രയും റെഡി അല്ലേ?
പാക്കറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഈ പാക്കറ്റ്, ഇത് ഫാൽക്കൺ അക്കാഡമിയിലോട്ടുള്ള പാക്കറ്റ്, ഇത് ആ റൂട്ടിൽ വിട്ടേര്. ഓർമ്മ വന്നോ? ഈ പാക്കറ്റോ? ഇങ്ങനെയാണ് ഈ ചോദ്യം ക്രാക്ക് ചെയ്യുന്നത്. ഇതിപ്പോ റിപ്പീറ്റഡ് അടുത്ത ചോദ്യം, ഫോം മാറ്റി ചോദിച്ചതാ. പക്ഷെ വ്യത്യാസം മനസ്സിലായോ? ഐ ടിയിൽ കോൺഫിഡൻസ് വന്നോ? ഒരു കാര്യം പറയാം, നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐ ടിയിലത്തെ ഏറ്റവും ടഫസ്റ്റ് ചോദ്യമാണ്. റിപ്പീറ്റഡ് ചോദ്യങ്ങളേ അല്ല, ഏറ്റവും അഡ്വാൻസ് ലെവൽ ടഫസ്റ്റ് ചോദ്യങ്ങളാണ്. ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലായാൽ ഈ ടോപ്പിക്കിലെ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ പഠിച്ചാൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഐ ടി. ഇതുപോലെയുള്ളൂ ബാക്കി സബ്ജക്ട്സും. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇമ്പോസിബിൾ അല്ല, റാങ്ക് അടിക്കാൻ പറ്റും. വർഷങ്ങളായിട്ടിരുന്ന് പഠിക്കാതെ സ്മാർട്ട് വേയിൽ പഠിച്ചാൽ സൂപ്പറായിട്ട് പോകാം. മറക്കല്ല, ഇതുവരെ പഠിച്ച് പ്രോഗ്രസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി വരും. എക്സാമോട് എഴുതിയാൽ മതി, നമ്മുടെ വെബ്സൈറ്റിൽ എല്ലാം ഉണ്ട്. ഇത് ഉപയോഗിച്ച് രക്ഷപ്പെടണം. ആ ID ടാഗ് എടുത്ത് ഇടാൻ പറ്റണം. ഇതൊക്കെയാണ് നമ്മളെ അതിൽ തടയുന്ന ചോദ്യങ്ങളെങ്കിൽ അത് തന്നെ നമ്മൾ ആദ്യം നേരിടും. ആദ്യം അത് വെട്ടി നിരത്തി പഠിക്കുക. ഓക്കെ, ശരി. അപ്പം പാക്കറ്റ് ഏതാ? റൗട്ടർ ആണ്. ബ്രിഡ്ജ് എന്തുവായിരുന്നു? ഒരു ലാനിനെയും വേറൊരു ലാനിനെയും കണക്ട് ചെയ്യുന്നത് ബ്രിഡ്ജ്. ഗേറ്റ് വേ എന്തുവായിരുന്നു? ഗേറ്റ് വേ വീടിനെയും റോഡിനെയും തിരിക്കുന്നത്, അതായത് രണ്ട് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്നത്, ലാനിനെയും വാനിനെയും കണക്ട് ചെയ്യുന്നത് ഗേറ്റ് വേ. ഇത് ആഴത്തിൽ ഇരുന്ന് പറഞ്ഞു തന്നാലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ അത് കിട്ടിയില്ല, കുഴപ്പമൊന്നുമില്ല, ടൈം എടുത്ത് പഠിപ്പിക്കാം. ഓക്കെ, ഹബ്ബ് എല്ലാ ഡിവൈസുകളെ ഒരുമിച്ച് കണക്ട് ചെയ്യുന്നത്. ഫയർ വാൾ ഒരു സെക്യൂരിറ്റി ഫീച്ചർ ആണ്. ഓക്കെ, കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് എന്ന് പറയുമ്പോൾ ഓൺ ആയി വരുന്ന പ്രോഗ്രാം എവിടെയാ സേവ് ചെയ്യുന്നത്? അത് റോമിന്റെ അകത്താന്ന് ഓർത്തോണം. എന്താ റോം എന്ന് പറഞ്ഞാൽ അറിയാമോ? റാം എന്ന് പറയുമ്പോൾ എന്തുവായിരുന്നു? റാം ഓഫ് ആക്കി ഓൺ ആക്കി അതിലെ ഡേറ്റകളെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ റാം ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ഉറങ്ങി, എണ്ണിക്കും, എൻ്റെ പേരെന്തുവാ അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യുന്നു അറിയത്തില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറഞ്ഞു തരും, എൻ്റെ പേര് ഇംതിയാസ്. ഓക്കെ, താങ്ക് യു ഇംതിയാസ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഓൺലൈനായിട്ട് PSC പഠിപ്പിക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ ഞാനത് ഓർത്തിരിക്കും. ഓക്കെ, എൻ്റെ പേര് ഇംതിയാസ്, ഞാൻ PSC പഠിപ്പിക്കുന്നു, വേൾഡ് ബെസ്റ്റ് ആയിട്ട് PSC പഠിപ്പിക്കുന്നു. ഓക്കെ, ശരി. എന്നിട്ട് ഞാൻ ഉറങ്ങുന്നു, അല്ലെങ്കിൽ ഓഫ് ആക്കുന്നു. ഓഫായി എണ്ണീക്കും. പിന്നെ നിങ്ങൾ ചോദിക്കുക എന്താ പേര്? അറിയത്തില്ല. എന്ത് ചെയ്യുന്നു? അറിയത്തില്ല. ഇതാണ് റാം. ഓഫ് ആക്കി ഓൺ ആക്കുമ്പോൾ എന്താ നടന്നതെന്ന് പോലും അറിയത്തില്ല റാമിന്. ഓക്കെ, ഓൺ ആയിട്ട് ഇരിക്കുമ്പോൾ ഫീഡ് ചെയ്ത് ഡേറ്റ കൊടുത്താൽ വർക്ക് ചെയ്യും. പക്ഷെ റോം അങ്ങനല്ല. റോം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഉറങ്ങി എണ്ണീക്കുമ്പോഴും നമ്മുടെ ബേസിക് വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഓർത്തു വയ്ക്കും. അതാണ് റോം. അതുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ പ്രവർത്തിക്കേണ്ട ഫുൾ വിവരങ്ങളും റോമിൻ്റെ അകത്താണ് വരുന്നത്. റീഡ് ഒൺലി മെമ്മറിയിലാണെന്ന് ഓർത്തോണം. ക്യാഷെ മെമ്മറി എന്തുവായിരുന്നു? പ്രൊസസ്സറിന്റെ താൽക്കാലിക മെമ്മറി. പ്രൊസസ്സർ ഉപയോഗിക്കുമ്പോൾ ഉള്ള ടെമ്പററി മെമ്മറിയാണ് ക്യാഷെ മെമ്മറി. ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാ? രജിസ്റ്റർ. അത് കഴിഞ്ഞിട്ട് ഏതാ? ക്യാഷെ മെമ്മറി. CPU-ന്റെ ബഫറിങ് അല്ലെ താൽക്കാലിക മെമ്മറി ഏതാ? ക്യാഷെ മെമ്മറി. വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് ഏതാ? വോളറ്റൈൽ എന്ന് പറയുമ്പോൾ ഓഫ് ആക്കി ഓൺ ആക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് റാം. അത്ര ഓക്കെ അല്ലേ? റെഡിയാണോ? ഇനി ഇത് നമുക്ക് റോം എന്തുവാന്ന് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ, ഒരു ചിപ്പ, ഒരു മൈക്രോ കൺട്രോളർ പോലുള്ള ചിപ്പ. ഇതിൻ്റെ അകത്താണ് ആ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുള്ളത്. എന്ത് നിർദ്ദേശമാ? ഇത്രയേ ഉള്ളൂ. നമ്മളെടുത്ത് പറയത്തില്ലേ, രാവിലെ എണ്ണീക്കുമ്പോഴേ മോട്ടർ അടിക്കണം, എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കണം, ഡോറും ജനലും എല്ലാം ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ടേ പോകാവൂ. ഇതാ നമുക്ക് വീട്ടിൽ തന്ന ഇൻസ്ട്രക്ഷൻ. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഓൺ ആക്കുമ്പോഴേ ബാറ്ററി ഉണ്ടോ, കറണ്ട് ഉണ്ടോ, OS ഉണ്ടോ, വർക്കിംഗ് ആണോ നോക്കണവിടെ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അതാണ് ഈ ബൂട്ടപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഫേംവെയർ എന്ന് പറയും. അത് ഭയങ്കര ഡെപ്തിലെ നോളജാണ്. ഇപ്പൊ ഇത്രയും പഠിക്കുക. ഫേംവെയർ എന്ന് പറയും. അത് ഈ റോമിന്റെ അകത്ത് വെച്ചിട്ടുള്ള ഇതാണ് റോം. ഓഫ് ആക്കി ഓൺ ആക്കുമ്പോൾ ഡേറ്റ നഷ്ടപ്പെടത്തില്ല. നോൺ വോളറ്റൈൽ മെമ്മറിയാ റോം. റാം എന്ന് പറയുമ്പോൾ ഓഫ് ആക്കി ഓൺ ആക്കുമ്പോൾ ഡേറ്റ നഷ്ടപ്പെടും. ബേസ്. ഓക്കെ, ഒരു ഹൈ ലെവൽ ഭാഷ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിയായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളേതാ? അതേതാ? ഇന്റർപ്രിറ്റർ ആണെന്ന് ഓർത്തോണം. ഇത്രയേ ഉള്ളേ. നോക്കിക്കേ, ഇൻപുട്ട് A = 1, പ്രിന്റ് F, എന്തേലും ഒരു സാധനം ഹായ്, ഇങ്ങനെ സംഭവം ഒന്ന് വെച്ചോ. ഇത് പ്രോഗ്രാം പരമായിട്ട് കറക്റ്റ് ഒന്നുമല്ല, പക്ഷേ ഇതൊരു ഹൈ ലെവൽ പ്രോഗ്രാമാ. A എന്ന് പറയുന്നതിന്റെ വാല്യൂ 1 ആണെന്നും ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യൂ ഹായ് എന്നും ചുമ്മാ ഒരെണ്ണം തന്നതാ. ഇത് ഹൈ ലെവൽ ലാംഗ്വേജാ. ഓക്കെ, ഇത് കമ്പ്യൂട്ടറിന് മനസ്സിലാകത്തില്ല. ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ 0011001100 എന്നിങ്ങനെ ആക്കിയാൽ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാകൂ. ഇത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷ, ഇത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ. നമുക്ക് മനസ്സിലാകുന്ന ഹൈ ലെവൽ ലാംഗ്വേജിനെ ഒറ്റയടിക്ക് കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് ആക്കുന്നതിന് പറയുന്നത് കമ്പൈലർ. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജിനെ വരിയായി, ആദ്യത്തെ വരി പിന്നെ രണ്ടാമത്തെ വരിയായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ് ഇന്റർപ്രിറ്റർ. മനസ്സിലായോ? ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ ഒന്നാകെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുടെ പേരാണ് കമ്പൈലർ. ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ ഓരോരോ വരിയായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ് ഇന്റർപ്രിറ്റർ.
അസംബ്ലി ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലേണിംഗ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ് അസംബ്ലർ. ഒന്നുകൂടെ ബാക്ക് അടിച്ച് കേട്ട് പഠിക്കണം. ഇതൊരു ഫുൾ ടോപ്പിക് തന്നെ ആയിരുന്നേ. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാ നോക്കിയോണേ. അതായത് ഇപ്പൊ നമ്മുടെ അക്കൗണ്ട് ഹാക്കായി, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഒരു പ്രോബ്ലം വന്നു, അത് നേരിടുന്നു. ആ ഓൺലൈനായിട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടാൻ വേണ്ടി നമുക്ക് ഓൺലൈൻ വിളിക്കാം. 1930 വിളിച്ചാൽ മതി. 1930 വിളിച്ചു കഴിഞ്ഞാൽ മതി. കോൾ എടുക്കും, കാര്യങ്ങൾ പറഞ്ഞു തരും. അതിൽ കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ പാടാ, അത്ര ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ യൂട്യൂബ് ഇമെയിൽ ID ഹാക്കായിപ്പോയി. ഓക്കെ, അപ്പൊ ഞാൻ പരാതി കൊടുത്ത് ആദ്യം ഞാൻ ഗൂഗിൾ ചെയ്തതാ സൈബർ പോലീസ് സ്റ്റേഷൻ നമ്പർ എന്താ. അപ്പൊ എനിക്ക് കിട്ടി 1930. ഞാൻ വിളിച്ചു, ഹലോ സാർ, എൻ്റെ പേര് ഇംതിയാസ് ഖാൻ ആണ്, എൻ്റെ ചാനൽ ഇന്നതാണ്, ഞാൻ PSCയിലത്തെ ഇതാണ്, അപ്പൊ അത് ഹാക്കായി. ആണോ, ശരി, ഒരു പരാതി എഴുതിത്താ, ഗൂഗിളിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതിയേ. നമ്മൾ വിശ്വാസത്തോടെ ഓക്കെ സാർ. പിറ്റേ ദിവസം ചെല്ലുന്നു. അപ്പം അതും ഗൂഗിൾ തന്നെ ശരിയാക്കിക്കോളും. റെസ്പോൺസ് അതാ. പരാതിയോ അത് എടുക്കുന്നില്ല, അതും ഗൂഗിൾ ശരിയാക്കിക്കോളും. എടുക്കുന്നില്ല, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. 1930 പരിപാടി കഴിഞ്ഞു. ശരി, അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു മാട്രിമോണി എന്ന് പറഞ്ഞ വെബ്സൈറ്റിനകത്ത് എൻ്റെ ഫോട്ടോയും എൻ്റെ വിവരങ്ങളും വേറെ ആളുടെ നമ്പറും വെച്ച് ഭയങ്കര തട്ടിപ്പ് നടക്കുന്നു. അപ്പം എൻ്റെ കസിൻ സിസ്റ്റർ ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നത്, ഇതുപോലെ ഇംതിയാസ് ഖാൻ എന്ന് പറഞ്ഞതേ പ്രൊഫൈൽ കിടക്കുന്നു, ഇതാണെന്ന്. ഓക്കെ, ഭയങ്കര വ്യാജ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഉടനെ സൈബർ സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു. പിന്നെ 1930, ഹലോ സാർ, എൻ്റെ പേരിൽ ഒരു ഫേക്ക് മാട്രിമോണി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ഓൾറെഡി മാരീഡ് ആണ്, ഇത് ആരും ഉണ്ടാക്കിയിട്ടുള്ള ചീറ്റിംഗ് എന്തെങ്കിലും നടന്നാൽ അത് എൻ്റെ പേരിലെ പ്രശ്നം വരും, അതൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ നോക്കാം, ശരി. എന്നിട്ട് പരാതി കൊടുത്തു. അപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അതെ ഇത് നോർത്ത് ഇന്ത്യൻ ആരോവാ, അതുകൊണ്ട് അത് അത്രേ ഉള്ളൂ, അത് വിട്ടേരട്ടെ. ഞാൻ പറഞ്ഞു, അത് വിടാൻ പറ്റത്തില്ല, എനിക്ക് പ്രോബ്ലം ഉണ്ട്, നാളെ ആരെങ്കിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ വരും. എടുക്കത്തില്ല. പരാതി എഴുതി കൊടുത്തു, എടുക്കത്തില്ല. CM ഓഫീസിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ പരാതി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പോയപ്പോൾ അവിടുത്തെ CA വിളിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് എന്തോ ഇത്ര വാശി പരാതി എടുക്കണം? ഞാൻ ചോദിച്ചു, ഞാനാണോ ഇവിടെ കുറ്റം ചെയ്തത് അതോ പുള്ളിയാണോ? അതല്ല, പരാതി എടുത്തില്ല എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, പരാതി എടുത്തില്ല, ഞാൻ ഒന്നുകൂടെ അത് പ്രൊസീഡ് ചെയ്യും, കോടതി കൊണ്ടുപോകും. അല്ല അപ്പൊ ഒരു പോലീസാ, ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെ പോയി 1930 വിളിച്ചിട്ട് പോയി സൈബർ പോലീസ് സ്റ്റേഷനിൽ. എല്ലാവരും ഒരുപോലെ അല്ലേ? എന്റെ അനുഭവം ഞാൻ പറയുക, നാളെ നിങ്ങൾക്ക് ഇത് വരും. ഇതേപോലെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും വന്ന ആൾക്കാർ, ഒരു പെങ്കൊച്ചു വന്ന് പരാതി കൊടുക്കുക, ഇതുപോലെ എന്നെ തെറി വിളിക്കുന്ന സാർ, അവർ ഒഴിവാക്കി വിട്ടു, അടുത്ത ആളൊന്ന് ഒഴിവാക്കി വിട്ടു. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുക, ഈ പരാതി നിന്നെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, നീ എന്ത് ചെയ്യും? ഞാൻ ചോദിച്ചു, സാർ ഒരു രീതിയിൽ പരാതി അന്വേഷിച്ച് കിട്ടിയില്ല, സാധാരണ പോലീസ് എന്തോ ചെയ്യുന്നത് അത് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പൊ പറയാ, ഞങ്ങൾ സുകുമാരക്കുറിപ്പിന്റെ പോലെ ഇത് കിട്ടുന്നില്ല എന്ന് എഴുതിത്തള്ളു. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ എഴുതിത്തള്ളുന്ന ഒരു ക്രെഡിറ്റ് അല്ലല്ലോ, നിങ്ങൾക്ക് എന്തോ ഇത്ര വാശി കണ്ടുപിടിക്കണം. ഇങ്ങനെയൊക്കെയാണ് നടപടിക്രമങ്ങൾ. ഓക്കെ, ഇതാണ് 1930 കഥ. ഇത് മനസ്സിലായോ? ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ CM ഓഫീസിൽ അയക്കാം, കോടതിപരമായ കേസ് എടുക്കാം, പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കണം, പിന്നിലോട്ട് പോകണം. കാരണം നമ്മളെ സേവിക്കണം എന്നുള്ളതാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജോലി. അത് നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോഴും ഒരു സിവിലിയന് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള കാര്യത്തിൽ ഒരിക്കലും പിന്നോട്ട് പോകരുത്. ഓക്കെ ആണോ? റെഡി? ഇനി 1098 ആണെങ്കിലോ, ഇത് ഏതാണെന്നറിയാമോ? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാ 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണെന്ന് ഓർത്തോണേ. ഇത്രയും കിട്ടിയോ? ICAN എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇമ്പോർട്ടന്റ് ചോദ്യം, റിപ്പീറ്റഡ് ചോദ്യമാണ്. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിം ആൻഡ് നമ്പേഴ്സ്. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിം ആൻഡ് നമ്പേഴ്സ് ആണ് ICAN. ഓക്കെ, ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഒമീഗിൾ ഇപ്പൊ ഇല്ലല്ലോ, സ്ട്രേഞ്ചേഴ്സുമായിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്യുന്നത് ഒമീഗിൾ. അപ്പം അതിന്റെ പ്രവർത്തനം നവംബർ 8 അടച്ചുപൂട്ടി. ഈ ഒമീഗിളിന്റെ സ്ഥാപകൻ ആരാണ്? ലീഫ് കെ ബ്രൂക്സ് ആണെന്ന് ഓർത്തോണം. ഒമീഗിള് ലീഫ് കെ ബ്രൂക്സ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഇത് കാണാമോ? ഒരു കമ്പ്യൂട്ടറിന്റെ പോർട്ടുകളാണ് ഇതെല്ലാം. അതായത് ഇത് ടൈപ്പ് A പോർട്ട്, ചാർജിങ് പോർട്ട്, ഇത് ഓഡിയോ, ഇത് ഹെഡ്സെറ്റിന്റെ പോർട്ട്, ഇത് ലൈറ്റ്നിങ് കേബിള്, ഒരു കമ്പ്യൂട്ടറിന്റെ പിന്നെ എന്തൊക്കെ വരും? ഇതൊക്കെ ഇല്ലേ കമ്പ്യൂട്ടറിന്റെ പല പല പോർട്ടുകളല്ലേ ഇത്. ഇതിന്റെ അകത്ത് ഓടുവൺ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? PS2 എന്ന് പറയുന്നത് ഈ പോർട്ടാ. പണ്ടത്തെ കീബോർഡും മൗസും കുത്തുന്ന പോർട്ടായത് PS2 കണ്ടോ? ശരി. USB-യോ? ഇതെല്ലാം USB പോർട്ടുകളാ. USB അല്ലേ? VGA-യോ? ഡിസ്പ്ലേ കേബിൾ കുത്തുന്നതാ. ഇത് VGA, ഡിസ്പ്ലേ കേബിൾ കുത്തുന്നതാ. പക്ഷെ SMBS എന്താ? പവർ സപ്ലൈ മോഡ്യൂളാണ്. പവർ സപ്ലൈ, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അതുകൊണ്ട് കൂട്ടത്തിൽ ഓടുവൺ ഇതാണ്. വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ? ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്, പക്ഷേ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കളയാൻ പറ്റത്തില്ല. വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ കമ്പ്യൂട്ടർ? ഏതാ പറഞ്ഞേ? ക്യാഷെ മെമ്മറി. രജിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ രജിസ്റ്റർ ആയിരുന്നു ഫസ്റ്റ് അല്ലേ?
ക്യാഷെ എന്ന് പറയുന്നത് എന്തുവാ? SRAM ആണെന്ന് മറക്കരുത്. ബയോസ് എന്തുവായിരുന്നു? കമ്പ്യൂട്ടർ ബൂട്ടപ്പ് ആകുമ്പോൾ ഉള്ള ഇൻസ്ട്രക്ഷൻ ഇല്ലേ, ഫേംവെയർ, അതാണ് ഈ ബയോസ്. ബയോസ് എവിടെ സേവ് ആകുന്നത്? റോമില്. റാം വോളറ്റൈൽ മെമ്മറി, ഓഫ് ആക്കി ഓണാക്കുമ്പോൾ നഷ്ടപ്പെടും. റോം നോൺ വോളറ്റൈൽ മെമ്മറി, ഓഫ് ആക്കി ഓണാക്കുമ്പോൾ നഷ്ടപ്പെടത്തില്ല. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? OS മാനേജസ് ഓൾ റിസോഴ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആൻഡ്രോയിഡ് കമ്പ്യൂട്ടറിലെ എല്ലാ റിസോഴ്സും മാനേജ് ചെയ്യുന്നു. OS യൂസറും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ബോർഡിൽ ഇന്ററാക്ട് ചെയ്യുന്നില്ലേ, ഞാൻ യൂസറാണ്, ഈ ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സമ്മതിക്കുന്നതാരാ? OS പ്രൊവൈഡ് ഇന്റർഫേസ്, യൂസറും ഹാർഡ്വെയറും തമ്മിൽ ഉപയോഗിക്കാനുള്ള ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദ പ്രോഗ്രാം എക്സിക്യൂഷൻ ഓർഡർ ഇസ് ഡിസൈഡ് ബൈ ദി OS. ഏത് പ്രോഗ്രാം ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു? OS തീരുമാനിക്കുന്നു. ഇതിലെല്ലാം ശരിയാണ്. റെഡിയാണോ? ഓക്കെ. ഇനി എ ട്രാൻസ്ലേറ്റർ ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്ട് എ പ്രോഗ്രാം കോഡ് ഫ്രം ഡാഷ്. ട്രാൻസ്ലേറ്റർ എന്തുവായിരുന്നു? ഓർമ്മയുണ്ടോ? ട്രാൻസ്ലേറ്റർ ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജോലിയാണ് ട്രാൻസ്ലേറ്ററിന്റെ, അല്ലേ? ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഒന്നുകൂടെ ഓർത്തെ, ഇൻഡ് A = 1. ഓർമ്മയുണ്ടോ? പ്രിന്റ് F. ഇതിനെ 110000000111 എന്നിങ്ങനെ മാറ്റിയാലേ മെഷീന് മനസ്സിലാവും. മൊത്തത്തിൽ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കുന്നതിന് കമ്പൈലർ എന്ന് പറയും. വരി വരിയായി ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിൽ ആക്കുന്നതിനെ ഇന്റർപ്രറ്റർ എന്നും പറയും. മറക്കത്തില്ലല്ലോ? ഇങ്ങനെയാണ് സംഭവം. ഓക്കെ അല്ലേ? ഇത്രയും കിട്ടിയോ? വിച്ച് വിൻഡോസ് വേർഷൻ ഇൻട്രൊഡ്യൂസ് സ്റ്റാർട്ട് മെനു കൊണ്ടുവന്നത് ഏതിലാ? Windows 95. റയർ ചോദ്യമാണ്. അത് LDC ടൈപ്പിസ്റ്റ് എന്നൊക്കെ വരുന്നതിൻ്റെ അകത്ത് വന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ? ഇന്റർനെറ്റിൽ കയറാൻ ഉപയോഗിക്കുന്ന അല്ലാത്ത ഈ കൂട്ടത്തിൽ ഏതാ? ഗൂഗിൾ ക്രോം വെബ് ബ്രൗസറാ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ ആദ്യത്തെ വെബ് ബ്രൗസറാ, മോസില്ല ഫയർഫോക്സ് വെബ് ബ്രൗസറാ, ഔട്ട്ലുക്ക് എക്സ്പ്രസ് ആണ് കൂടുതൽ വെബ് ബ്രൗസർ അല്ലാത്ത, അത് മെയിലിന് വേണ്ടിയുള്ളതാ, ജിമെയിൽ പോലൊരു സാധനമാണ്. വാട്ട് ഈസ് ദി സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് DVD? ആലോചിച്ചേ, നമ്മൾ പഠിച്ചിട്ടാ വന്നേ. CD-യുടെ എത്ര ആയിരുന്നു? CD-യുടെ ആയിരുന്നു 750 MB CD-യുടെ, അല്ലേ? CD-യുടെ 1.44 MB ആയിരുന്നു ഫ്ലോപ്പി ഡിസ്ക്, 4.7 GB ആയിരുന്നു DVD. ഇപ്പൊ ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചു പോകുമ്പോഴത്തേക്ക് അത് സെറ്റായോ? റെഡിയാണോ? അല്ലേ? ഓക്കെ. ഇനി ഇതൊന്നും വേണ്ടായേ, ഇതിന്റെ ആൻസർ ഇതാണ്. ക്ലിപ്പ് ബോർഡ് ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഇപ്പോഴത്തെ ഔട്ട്ഡേറ്റഡ് ചോദ്യങ്ങളായിട്ടുള്ളതാ. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് നിലവിലുള്ളത്. ഇതൊക്കെ റെയർ സെക്ഷൻസ് ആയിട്ടും ചോദിക്കുന്നതാ. അപ്പോഴേ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ ഉത്തരം AU ആണ്. നമ്മൾ ഈ പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ്സിലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? ലൈക്ക് ചെയ്തിട്ടില്ലാത്ത ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു അഭിപ്രായം ഉള്ളതെങ്കിൽ കമന്റ് സെക്ഷൻ്റെ അവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് കാണാം, ഹൈപ്പ് കൊടുക്കാൻ മറക്കല്ലോ കേട്ടോ. ഇഷ്ടപ്പെട്ട അത് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം. ഇത് ചുമ്മാ ഒന്ന് നോക്കിക്കേ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഇത് ഞാൻ മാറ്റാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ടൂ മച്ച് സെക്ഷൻ്റെ അകത്തു നിന്നൊക്കെ ചോദിക്കുന്ന സാധനം വേണ്ട, എടുത്ത് കളഞ്ഞു. നമുക്ക് ഒരു എക്സാമിന് നോക്കുമ്പോൾ ഇപ്പൊ തൽക്കാലം അത് വേണ്ട. ആക്ട് 2000 പ്രകാരം കുട്ടികളെ ലൈംഗികമായി ചിത്രീകരിച്ചിട്ടുള്ള വസ്തുക്കൾ ഇലക്ട്രോണിക് ഫോമിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്. പറ, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? എങ്കിൽ ഞാൻ വിജയിച്ചു. അശ്ലീല ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടത് 67. കുട്ടികളുമായി ബന്ധപ്പെട്ട ബേബി എന്ന് പറഞ്ഞു, 67B എന്ന് പറഞ്ഞു, അല്ലേ? ഐഡന്റിറ്റി തെഫ്റ്റ് ആയിരുന്നെങ്കിലോ CID, ഐഡന്റിറ്റി മോഷണം, അതിന്റെ എന്തുവായിരുന്നു? 3 വർഷവും 1 ലക്ഷം രൂപയുമായിരുന്നു. ഓർമ്മയുണ്ടോ? അല്ലേ? അതേസമയം ഈ നഗ്ന ചിത്രങ്ങളും പ്രൈവറ്റ് ചിത്രങ്ങളും ഒക്കെ ഒരാളുടെ അനുവാദമില്ലാതെ പ്രചരിപ്പിക്കുന്നതിന്റെ ശിക്ഷ എത്രയായിരുന്നു? 3 വർഷവും 2 ലക്ഷം രൂപയും. ഓർമ്മയുണ്ടോ? അത്രേ ഉള്ളൂ. 66A എന്തുവായിരുന്നു? സുപ്രീം കോടതി സ്ക്രാപ്പ് ചെയ്തു. ഒഫൻസീവ് മെസ്സേജ് അയക്കില്ല എന്നുള്ളത് സ്ക്രാപ്പ് ചെയ്തു. 67A എന്തുവായിരുന്നു? അശ്ലീല വീഡിയോ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടത്. 67B എന്തുവായിരുന്നു? അശ്ലീല വീഡിയോകൾ ചിത്രങ്ങളും കുട്ടികളുമായി ബന്ധപ്പെട്ടത്, അല്ലേ? 66D എന്തുവായിരുന്നു? ഡാ അല്ലെ ഡി, ആൾമാറാട്ടം നടത്തരുത്. 66E എന്തുവായിരുന്നു? പ്രൈവസി എന്ന് ഓർത്താൽ മതി, പ്രൈവസി, സ്വകാര്യത. 66F എന്തുവായിരുന്നു? സൈബർ ഭീകരവാദം, ഭീകരവാദം. ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്നവരുണ്ടോ? ഇത്രയും പഠിച്ചപ്പോൾ IT ഒരു കോൺഫിഡൻസ് വന്നോ? ടഫസ്റ്റ് ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്, ഒരു മാറ്റവും ഇല്ല അതിൽ. അത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി, റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴും കിട്ടുന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടെ കൂടിക്കോ. നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ഒരു ബാച്ച് ഉണ്ട്, അതാണ് വിദ്യാരംഭം 2.0. ഡിഗ്രി പ്രിലിംസ് ബാച്ച് ഉണ്ട്, അതാണ് കാക്കത്തൊള്ളായിരം. ഓക്കെ, ശരി. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നിയമപരമായി അധികാരം ഉപയോഗിച്ച് അനുമതിയില്ലാത്ത ഒരു വ്യക്തിയുടെ ഇലക്ട്രോണിക് ഡേറ്റയിലേക്ക് കടന്നു കയറുകയും അത്
മറ്റൊരു വ്യക്തി വെളിപ്പെടുത്തി നൽകുകയും ചെയ്യുന്ന ശിക്ഷ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? അറിയാമോ? ഇത് ഏത് വകുപ്പിൽ വരും? സെക്ഷൻ 72. റെയർ ചോദ്യമായിട്ടുള്ളതാണ്. അതായത് വേറൊരാളുടെ കടന്നു കയറി അത് വെളിപ്പെടുത്തുകയും ചെയ്തു. അത് ഏതിൻ്റെ അകത്ത് വരും? സെക്ഷൻ 72. അല്ലാത്ത പക്ഷം ഇത് സ്കിപ്പാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ IT ക്ലാസ്. ഇഷ്ടപ്പെട്ടോ? ലൈവിൽ വാ. വിദ്യാരംഭം 2.0 LGS ബാച്ചിനാണ്. 699 രൂപയേ ഉള്ളൂ. ലോവസ്റ്റ് പ്രൈസ് ആണ്. ഹയസ്റ്റ് ക്വാളിറ്റി ക്ലാസ്സസ് ആണ്. 100% ആത്മാർത്ഥയോടുകൂടി പഠിപ്പിക്കും. ഓരോ ക്ലാസ്സും അതിന്റെ ടെസ്റ്റ് സീരീസും PDF എല്ലാം ഉണ്ട്. ലൈവ് കാണാൻ പറ്റില്ല, റെക്കോർഡ് ആയിട്ട് കാണാൻ പറ്റും. ആപ്ലിക്കേഷനിൽ പോയാൽ പർച്ചേസ് ചെയ്യാം. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ആപ്ലിക്കേഷൻ ഉണ്ട്, പർച്ചേസ് ചെയ്യാം. ഇതാണ് വിദ്യാരംഭം 2.0. ചിൽഡ്രൻസ് ഡേ പ്രമാണിച്ച് 14-ാം തീയതിയും 15-ാം തീയതിയും 100 രൂപയുടെ ഓഫ് ഉണ്ട്. ഫാൽക്കണെക്സ് 100 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ച. അപ്പോൾ മാത്രം 601 രൂപ അല്ലെങ്കിൽ 699 രൂപ. കാക്കത്തൊള്ളായിരം ബാച്ച് ഉണ്ട്. വിദ്യാരംഭം ബാച്ച് എടുത്തവർക്ക് 500 രൂപ ഓഫ് വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്യാം. എന്നാൽ പോലും ലോവസ്റ്റ് പ്രൈസാ. 999 ആണ് നോർമൽ പ്രൈസ്. 15-ാം തീയതി വരെ ഉള്ളൂ വിദ്യാരംഭം ബാച്ച് എടുത്തവർക്ക് ഇതിൽ ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കയറാനും പറ്റുന്നത്. അല്ലാതെ പുത്തനായിട്ട് വരുന്ന ഒരാൾക്ക് 999 ആണ്. അതും ലോവസ്റ്റ് പ്രൈസ് തന്നെ കേട്ടോ. ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ക്ലാസ്സസ്, ടെസ്റ്റ് സീരീസും PDF എല്ലാമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനൊക്കെ ഉപരി നല്ല രീതി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ആദ്യമേ നമ്മുടെ വെബ്സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോവുക. ഫാൽക്കൺ അക്കാഡമി എന്ന് സെർച്ച് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. എന്നിട്ട് ഫ്രീ കോഴ്സസ് എടുത്താൽ ഈ ക്ലാസ്സസ് എല്ലാം കിടപ്പുണ്ട്. ഈ ക്ലാസ്സും വരും, അതിന്റെ PDF കിട്ടും. സേവ് ചെയ്ത് വെക്കണം, പഠിക്കണം. കറണ്ട് അഫയേഴ്സും എല്ലാം ഉണ്ട്, മോഡൽ എക്സാംസിന്റെ എല്ലാം ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. അതേപോലെ ഫ്രീ ടെസ്റ്റ് സീരീസ് ഉണ്ട്. എക്സാം എഴുതാം, ക്യുസുകളൊക്കെ ചെയ്യാം. ഇതേണ്ട ക്യുസൊക്കെ, ഓരോ ക്യുസുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാം. വിമോചന സമരം നടന്ന വർഷം ഏതാ? 59. ശരി, ഓക്കെ. പിന്നെ ഏതാ? പ്രകാശത്തിന്റെ ഏറ്റവും കൂടുതൽ വേഗത ഏതിലാണ്? ശൂന്യതയിലാണ്. 2024 G20 ഉച്ചകോടി വേദി ഏതാ? തെറ്റി, ബ്രസീലാണ്. അങ്ങനെ ക്യുസുകളും ചെയ്ത് പഠിക്കാനും പറ്റും. ടെസ്റ്റ് സീരീസും ഉണ്ട്. അപ്പോ ഇനി എക്സ്ക്യൂസ് ഒന്നുമില്ല. ഒരു സർക്കാർ ജോലി കിട്ടുന്നതിൽ ഇനി താമസവും വരേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ ധൈര്യമായിട്ട് ജോയിൻ ചെയ്ത് ലൈവിൽ വാ. സൂപ്പറായിട്ട് പഠിക്കുക, സർക്കാർ ജോലി നേടിയെടുക്കാം. ഇതേപോലെ ആത്മാർത്ഥയോടുകൂടി പഠിച്ച എല്ലാം പോസിബിൾ ആണ്. പോട്ടെ, അടുത്ത ക്ലാസ്സിൽ കാണാമേ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.